ചടങ്ങിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ക്രമമാണ്. ആ ഉദ്ഘാടനത്തിന് ശേഷം നിങ്ങളുടെ ഫയലിൽ തന്നിട്ടുള്ള ഒരു പ്രതിജ്ഞാ പേപ്പർ ഉണ്ടാവും. ആ പേപ്പർ എല്ലാവരും എടുത്തു പിടിക്കണം. എല്ലാവരും എഴുന്നേറ്റ് തങ്ങളത് ചൊല്ലിത്തരുമ്പോൾ ഈ സ്റ്റേജിലുള്ള ആളുകൾ അടക്കം താഴെ ഇറങ്ങി ബഹുമാനപ്പെട്ട തങ്ങൾ ഈ വേദിയിൽ വെച്ച് ചൊല്ലിത്തരുമ്പോൾ നമ്മൾ അത് ഉറക്കെ പ്രതിജ്ഞ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ഈ സമർപ്പണ ചടങ്ങ്. കസേരയിരിക്കുന്ന എല്ലാ ആളുകളും വെറുപ്പ് തോന്നരുത്. ദയവ് ചെയ്ത് ആ ചടങ്ങ് തീരും വരെ ഒന്ന് ഇറങ്ങി മുൻഭാഗത്ത് വന്നിരിക്കണം. എല്ലാവരും, ആരും കസേരയിലിരിക്കേണ്ട. വലിയ ആരോഗ്യപരമായ ക്ഷീണമുള്ള ആളുകൾ, സീനിയർ സിറ്റിസൺമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം, രോഗപരമായ കാരണത്താൽ മാത്രം ഇരുന്നാൽ മതി. അല്ലാത്തവർ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് തങ്ങളുടെ ലഘുവായ ഉപദേശവും അതിനുശേഷമുള്ള സമർപ്പണ പ്രതിജ്ഞയും അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്യാവുന്നതാണ്. ക്യാമ്പ് ഹാൾ വിശാലമാണ്. ക്ലാസ്സൊക്കെ നമുക്ക് എവിടെ ഇരുന്നിട്ടും കേൾക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും മുൻഭാഗത്ത് പരമാവധി നല്ല സൊഫായിട്ട് വന്നിരിക്കുക. തങ്ങളുടെ ഉപദേശം കൃത്യമായി കേൾക്കുക. പുറത്തു നിൽക്കുന്ന ആളുകൾ പരമാവധി ഹാളിലേക്ക് പ്രവേശിക്കുക. രജിസ്ട്രേഷൻ കൗണ്ടറിൽ നല്ല തിരക്കുണ്ട്. ആളുകൾ കൂലംകുത്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കൗണ്ടറിലിരിക്കുന്ന വളണ്ടിയർമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണ വളണ്ടിയർമാർ കൃത്യമായി ഇത് വേഗത്തിൽ കൊടുത്ത് പരമാവധി ആ പ്രതിജ്ഞാ സമയത്ത് ഹാള് ഭംഗിയായി നിർത്താൻ എല്ലാവരും സഹകരിക്കുക. എല്ലാവരും സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഭംഗിയായിരിക്കുക. ബഹുമാനപ്പെട്ട തങ്ങളവர்கள் നമുക്ക് വേണ്ട ഉപദേശം നൽകുന്നതോടൊപ്പം ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. ബഹുമാന്യരെ സാദരം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. الحمد لله. സമാധാന്യരായ നമ്മുടെ സമസ്തയുടെ നേതാക്കൾ, ഉലമാക്കൾ, SYSന്റെ സംസ്ഥാന ജില്ലാതല നേതാക്കന്മാർ, മറ്റ് നമ്മുടെ പോഷകഘടകങ്ങളുടെ എല്ലാം SKSFിന്റെയും മറ്റും പ്രവർത്തകന്മാരെ, ഉലമാക്കളെ, ഉമറാക്കളെ, സാദാത്തുക്കൾ, കാരണവന്മാരെ, സംഘാടകർ, SYS മലപ്പുറം ജില്ല ആമിര ക്യാമ്പിന്റെ ഒരു പ്രവർത്തന വേദിയിലാണ് നാം ഇവിടെ സമ്മേളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ കൂടലിനെ അല്ലാഹു അവന്റെ പൊരുത്തത്തിൽ ആക്കി തരുമാറാകട്ടെ. ഇങ്ങനെയുള്ള ഒരാമില പ്രവർത്തനം ഇതിന്റെ പ്രവർത്തനം 1-2 ദിവസങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമസ്തകാര ജമിയത്തുൽ ഉലമയുടെ ആശയ ആദർശങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ പരിപാടികൾ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമസ്തയുടെ ആജ്ഞകളും അതുപോലെ തന്നെ നമ്മുടെ പണ്ഡിതന്മാരുടെ വാക്കുകളുമെല്ലാം അനുസരിച്ചുകൊണ്ട് അച്ചടക്കത്തോടുകൂടി അത് ജീവിതത്തിൽ പകർന്നു. അച്ചടക്കവും അനുസരണവുമാണ് ഏതൊരു പ്രസ്ഥാനത്തിന്റെയും ഏതൊരു സമൂഹത്തിന്റെയും നിലനിൽപ്പും അതിന്റെ വളർച്ചയുമെന്ന് ഇസ്ലാമിന്റെ തന്നെ പഴയ കാല ചരിത്രത്തിലേക്ക് നമുക്ക് കണ്ണോടിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അച്ചടക്കമില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും തന്നെ വിജയം ലഭ്യമാകുകയില്ല. വിജയം അത് അച്ചടക്കമാണ്, അനുസരണമാണ്. നമ്മുടെ ഗുരു വന്ദ്യന്മാരെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് അവരുടെ ഗുരുത്വം, അതാണ് നമ്മുടെ വിജയം, നമ്മുടെ നിലനിൽപ്പ്. അപ്പോൾ മഹാന്മാരായ സമസ്തകാര ജമിയത്തുൽ ഉലമയുടെ കറാഹത്ത് പോലും ചെയ്യാത്ത മഹാന്മാരായ സൂഫി വര്യന്മാർ, ഔലിയാക്കളെ പോലെയുള്ള നമ്മുടെ പണ്ഡിതന്മാർ, അവരുടെ ജാഹ്, ബർക്കത്ത്, കറാമത്ത് കൊണ്ടാണ്, പ്രാർത്ഥനയുടെയും ആശീർവാദത്തിന്റെയും ഫലമായിക്കൊണ്ടാണ് ഇന്നും
നാം ഇവിടെ വിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എന്നും ഇവിടെ ഓരോ സംരംഭവും അടിക്കടി വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം ഇവിടെ പറയേണ്ടതില്ല, തെളിയിക്കേണ്ടതില്ല. അതെല്ലാം ജനങ്ങൾ കണ്ട് അറിഞ്ഞ യാഥാർത്ഥ്യങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിശുദ്ധ ഇസ്ലാം അതിൽ നിലനിൽക്കണം. അതിനെതിരിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം അതും ഇവിടെ നിലനിൽക്കേണ്ടത് നമ്മുടെ പൈതൃകം, നമ്മുടെ ഇങ്ങനെയുള്ള ആമില ഇവിടെ സജ്ജമാക്കുന്നു. നമുക്ക് അതിന്റെ ആശയം പ്രചരിപ്പിക്കേണ്ടതുണ്ട്, അതിനെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതിനെതിരിൽ എന്തെങ്കിലും ഇവിടെ വന്നാൽ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകളോ മറ്റോ ഉണ്ടാക്കുമ്പോൾ ശരിയായ വഴി ഏത് പന്താവ് അത് സമസ്തയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ സമസ്തയുടെ പാതയിലൂടെ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ നമ്മൾ പഠിപ്പിച്ചതും അതാണ്. ഏതാണ് ഹക്ക്, ഏതാണ് ബാത്തിരി എന്ന് ഖുർആൻ നമ്മോട് പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ, ആ നേരായ മാർഗത്തിലൂടെ, ആ മുസ്തഖീമായ വഴിയിലൂടെ നാം ജീവിക്കുവാൻ എന്നും ഇവിടെ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ ഇബാദത്തെടുത്തുകൊണ്ട്, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, അതേപോലെ തന്നെ മഹാന്മാരെ തവസ്സലും ഇസ്തിഖാസയും എല്ലാം ചെയ്തുകൊണ്ട് നാം പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അതിന് ഉത്തരം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വിശ്വാസം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദ്, അതേപോലെ തന്നെ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ മറ്റ് അവിടെ നമ്മുടെ പ്രവാചകന്മാരും താബീങ്ങളുടെയും എല്ലാം തന്നെ ആ വഴിയിലൂടെ ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകും. അവരാണ് നമ്മുടെ വഴികാട്ടി. അപ്പോൾ അത് ശരിക്കും ആ ഖുർആനും ഹദീസും ഇവിടെ നിലനിന്നുകൊണ്ട് ഒരിക്കലും തന്നെ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് ആളുകൾ ഉണ്ടായിത്തീരേണ്ടത്. അതാണ് ഇതിന്റെ എല്ലാം ലക്ഷ്യമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ സംരംഭത്തെ വിജയപ്രദമാക്കി തീരുമാറാകട്ടെ. നമ്മിൽ മരിച്ചവരുടെയും നമ്മുടെയും ദോഷത്തെ പുറത്ത് മാഫാക്കി തീരുമാറാകട്ടെ. അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് തീരുമാറാകട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന സംഘാടകർക്ക്, പ്രഭാഷകർക്ക്, പ്രവർത്തകർക്കെല്ലാം അല്ലാഹു ആരോഗ്യത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്ന് സൗദിയിലേക്ക് പോവുകയാണ്. നിങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. വേദിയിലുള്ള ആളുകൾ, വേദിയിലുള്ളവരും പരമാവധി താഴേക്ക് ഇറങ്ങാൻ നമ്മളൊക്കെ ഇറങ്ങുകയാണ്. ഇറങ്ങിയിട്ട് ആ പ്രതിജ്ഞ എല്ലാവരും എഴുന്നേറ്റ് ആ പേപ്പർ നിങ്ങൾ ഉയർത്തിപ്പിടിക്കണം. താങ്കൾ പ്രതിജ്ഞ ചെയ്യുമ്പോൾ സാധാരണ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കണ്ടില്ല, നിങ്ങൾക്ക് താങ്കൾ പറയുന്ന കാണാപ്പാടാണെങ്കിലും ആ പേപ്പർ ഉയർത്തിപ്പിടിക്കണം. എല്ലാവരും പരമാവധി തള്ളി നിൽക്കുക. താങ്കൾ ഇവിടെ നിന്ന് പ്രതിജ്ഞ ചൊല്ലിത്തരും. വേദിയിലുള്ള ആൾക്കാരും താഴേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. വൈക്കോത്തു അത് ഭംഗിയാക്കാൻ പരമാവധി സൊഫ് കറക്റ്റാക്കി നിൽക്കുക. സൊഫ് കറക്റ്റായിട്ട് നിൽക്കുക. സൊഫ് പോലെ ഭംഗിയായിട്ട് നിൽക്കുക.
സുന്നി കൈരളിയുടെ നവോത്ഥാന കർമ്മമേഖലയിലേക്കും ജീവകാരുണ്യ സേവന മേഖലയിലേക്കും 10,000 ആക്റ്റീവ് മെമ്പേഴ്സിനെ സമർപ്പിക്കുന്ന അനുഗ്രഹീത വേദിയാണ് ഈ സദസ്സിൽ നടക്കാൻ പോകുന്നത്. بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد സുന്നി യുവജന സംഘത്തിന്റെ സന്നദ്ധ സേവക വിഭാഗമായ ആമിലയുടെ ഒരംഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. മനുഷ്യരിൽ ഏറ്റവും ഉത്തമൻ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്നവനാണ് എന്ന ഹദീസിന്റെ പശ്ചാത്തലത്തിൽ അപകടം, രോഗം, മരണം എന്നീ രംഗങ്ങളിൽ കഴിയുന്ന സേവന പ്രവർത്തനങ്ങൾ നിർവഹിക്കുവാനും നിരാലംബരെയും നിരാശ്രയരെയും സഹായിക്കുവാനും ഇസ്ലാമിക പ്രബോധന രംഗത്ത് സാധ്യമായ പ്രവർത്തനം നടത്തുവാൻ സർവോപരി സമൂഹത്തിൽ ധാർമ്മികതയും സൗഹൃദവും സമാധാനവും പരസ്പര ഐക്യവും കാത്തു സൂക്ഷിക്കുന്നതിൽ മാതൃകാപരമായ സേവനം കാഴ്ചവെക്കുവാനും അതുവഴി സമസ്തയുടെയും സമുദായത്തിന്റെയും അന്തസ്സുയർത്തുവാനും ഞാൻ സന്നദ്ധനായിരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ഈ പ്രതിജ്ഞ നിറവേറ്റാൻ അല്ലാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ക്യാമ്പ് അംഗങ്ങളും ക്യാമ്പ് ഹാളിൽ പ്രവേശിക്കേണ്ടതാണ്. നമ്മുടെ ഉദ്ഘാടന ചടങ്ങ് എല്ലാം കൃത്യം 10:30 മണിക്ക് അവസാനിക്കും. 10:30 മണിക്ക് കൃത്യമായി പരിപാടി ആരംഭിക്കും. ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ അമില സമർപ്പണ പ്രതിജ്ഞ കഴിഞ്ഞു. കൃത്യസമയം പാലിക്കുന്നതുകൊണ്ട് വൈകിയെത്തിയ അമില അംഗങ്ങൾക്ക് പ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ സാധ്യമായിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളെങ്കിലും കൃത്യമാക്കാൻ സമയനിഷ്ഠ കൃത്യമായി പാലിക്കാൻ എല്ലാവരും സഹകരിക്കേണ്ടതാണ്. ഇനി ബഹുമാന്യനായ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറി ഉസ്താദ് കോട്ടമല ബാപ്പു ശ്രീയാർ പ്രഭാഷണം നിർവഹിക്കുകയാണ്. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا. صدق الله العلي العظيم. വേദിയിലുള്ള ബഹുമാന്യരായ പണ്ഡിത ശ്രേഷ്ഠാക്കളെ, സമസ്തയുടെയും സമുന്നതരായ നേതാക്കളെ, ഈ മഹത്തായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രഗത്ഭരായ പ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, SYSന്റെ ഒരു പുതിയ പ്രവർത്തനത്തിന്റെ തുടക്കമായി ഇവിടെ ആരംഭിക്കുന്ന ആമില സംഗമമാണ് ഇവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ആമില എന്ന ഈ പേര് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ നമ്മളെല്ലാവരും പരിശുദ്ധ ദീനിനും സുന്നത്ത് ജമാഅത്തിനും കർമ്മനിരതരാവണം എന്നതാണ് ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. നമ്മൾ നിർജീവമായാൽ പറ്റില്ല. നമ്മൾ പ്രവർത്തന മേഖലയിൽ ഈ സമുദായത്തിന് ഉപകരിക്കുന്ന പരിശുദ്ധ ദീനിന്റെ, പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങളെയും ലക്ഷ്യങ്ങളെയും സമൂഹത്തിലും സമുദായത്തിലും നിലനിർത്തിപ്പോരുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിൽ നമ്മൾ സജീവമാകണം. അതാണ് നമ്മളുടെ ദീനിയായ കടപ്പാട് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ളൊരു പ്രത്യേക വിങ് രൂപീകരിച്ച് ഇവിടെ പ്രവർത്തിക്കാൻ പോകുന്നത്. പരിശുദ്ധമായ ദീൻ, അല്ലാഹുവിന്റെ മഹാന്മാരായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമുദായത്തിന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. നമുക്ക് ചെയ്തു തന്ന നിഅമത്തിൽ ഏറ്റവും വലിയ നിഅമത്താണ് പരിശുദ്ധ ദീൻ. ആ ദീനിനെ നമ്മൾക്ക് ലഭിച്ചത് തന്നെയും നമ്മളുടെ ഏറ്റവും വലിയ സൗഭാഗ്യമായി നമ്മൾ കാണേണ്ടതാണ്. എന്നാൽ ആ ദീൻ ഇവിടെ നിലനിൽക്കണം. ആ ദീനിനെ ഇവിടെ നിലനിർത്താനുള്ള ഉത്തരവാദിത്വം ഈ സമുദായത്തിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ലോകാവസാനം വരെ അത് നിലനിന്നു പോരണം. അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. ആ ദീന് എന്താണ് എന്ന് സാധാരണക്കാരെ പഠിപ്പിക്കാനും സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാനും
അതിനെതിരിലുള്ള എല്ലാ അവാന്തര വിഭാഗങ്ങളെയും സമൂഹത്തിൽ തുറന്നു കാണിക്കാനും ആ ഒരു ലക്ഷ്യത്തിനു വേണ്ടി മാത്രമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ രൂപീകൃതമായിട്ടുള്ളത്. ആ ലക്ഷ്യം അതിന്റെ സ്ഥാപിത കാലം മുതൽക്ക് ഇന്ന് വരെ അതിന്റെ മഹാന്മാരായ പണ്ഡിതന്മാരും ഉസ്താദുമാരും നേതാക്കളും കൊണ്ടുപോയി. അതിന്റെ പ്രവർത്തനത്തിലൊരു പ്രധാന ഭാഗമാണ് SYSC എന്ന് പറയുന്നത്. ഇവിടുത്തെ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട്, കാരണം യുവാക്കൾ എന്ന് പറഞ്ഞ യുവത്വം ഏതൊരു കാര്യത്തിന്റെയും യഥാർത്ഥ ഊർജം അതാണ്. യുവത്വം കൊണ്ടാണ് എന്തെങ്കിലും ഇവിടെ ചെയ്യാൻ സാധിക്കുക. ശൈശവ പ്രായത്തിലോ അല്ലെങ്കിൽ വാർദ്ധക്യ പ്രായത്തിലോ ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നല്ല പ്രസരിപ്പോടുകൂടി യുവത്വത്തോടുകൂടി ഇവിടെ ഉള്ളപ്പോൾ മാത്രമാണ് അത് നടത്താൻ സാധിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ യുവാക്കളെ ആ ഒരു ശക്തി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തിൽ കാണും. ഇന്നഹും ഫിത്തിയത്തുൻ, അവരെ പ്രത്യേകം വിശേഷിപ്പിക്കുന്നത് തന്നെ അതാണ്. ഇന്നഹും ഫിത്തിയത്തുൻ, അവർ യുവാക്കളാണ്. ആ യുവാക്കളായിരിക്കെ അവർ ഉന്നതമായ സ്ഥാനത്തെത്തി. ആ യുവാക്കളായിരിക്കെ അവരുടെ വിശ്വാസത്തിലും അവരുടെ ആ അടിസ്ഥാനപരമായ ആദർശത്തിലും അവർ ഉറച്ചുനിന്ന് അവരുടെ ആ യുവത്വം ശരിക്കും ദീനിന് ഉപകരിക്കുന്ന നിലക്കാക്കിയെടുത്തപ്പോൾ അവരെ അള്ളാഹു ഉന്നതമായ സ്ഥാനത്തേക്കാണ് അള്ളാഹു എത്തിച്ചത്. അവർ പിന്നീട് ആരായി? ലോകത്ത് തന്നെ ചരിത്രത്തിൽ അതിനൊരു മറ്റൊന്നില്ലാത്ത വിധത്തിൽ ഒരു സംഭവമായി ആ മഹാന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആലാക്കി. അവർ 300 വർഷക്കാലം ഉറങ്ങിക്കിടന്നു എന്ന് പറഞ്ഞ ചരിത്രം വിശുദ്ധ ഖുർആൻ വളരെ വിശദമായി വിവരിക്കുന്നു. എന്താണ് അവർക്കുണ്ടായത്? എന്താണ് അവരിൽ നിന്നുണ്ടായത്? അവർ പറഞ്ഞു, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. ആ യുവാക്കളുടെ പ്രതിജ്ഞയായിരുന്നു അത്, അവരുടെ മുദ്രാവാക്യമായിരുന്നു അത്. റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ റബ്ബ് ഈ ആകാശവും ഭൂമിയെയും സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന അല്ലാഹുവാണ്. അതല്ലാത്തൊരു റബ്ബിനെ അംഗീകരിക്കാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറല്ല. ഞങ്ങളതിന് ഒരു വിധത്തിലും ഞങ്ങളെ വിധേയമാക്കാൻ സാധ്യവുമല്ല. പല സമ്മർദ്ദങ്ങളും അതിനുള്ള പല നിർബന്ധങ്ങളുമൊക്കെ അന്ന് ഉള്ള ഭരണകർത്താക്കളിൽ നിന്നും ആ ഭരണകർത്താക്കളോടൊപ്പമുള്ള സമൂഹത്തിൽ നിന്നുമുണ്ടായിട്ട് പോലും അവരതിൽ നിന്ന് അവരചഞ്ചലമായ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവരതിൽ നിന്ന് മാറാൻ തയ്യാറല്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ആ ഈമാനിക ആവേശം കാണിച്ചവരാണ് ബഹുമാനപ്പെട്ട അസ്ഹാബുൽ കഹ്ഫ്. അതുകൊണ്ട് അള്ളാഹു അവരെ ഏതൊരു ഉന്നതമായ പദവിയിലെത്തിച്ചു. ഉന്നതമായ പദവി എന്ന് പറഞ്ഞാൽ അവര് അള്ളാഹുവിന്റെ പുണ്യാത്മാക്കളായി മാറി. അവരെന്താ ചെയ്തത്? അവരുടെ ഈമാനായി അചഞ്ചലമായ വിശ്വാസം അതവര് ധൈര്യമായി അവരെ ഈ നിലക്ക് അവരെ പീഡിപ്പിക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി എന്നല്ല അവരെ കൊല ചെയ്യാൻ പോലും ജീവഹാനി വരുത്താൻ പോലും ഒരുങ്ങി നിൽക്കുന്ന ഒരു ക്രൂരനായ രാജാവിന്റെ മുന്നിൽ അവർ പറയാണ്, റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ റബ്ബ് ഈ ലോകത്തെ ആകാശ ലോകത്തെയും ഭൂമി ലോകത്തെയും സൃഷ്ടിച്ച് പരിപാലിച്ചു പോരുന്ന റബ്ബാണ്. അങ്ങനെയുള്ള ആ ഒരു അചഞ്ചലമായ വിശ്വാസം അതവർ പ്രകടിപ്പിച്ചത് ആ മഹത്തായ ആ ഒരു ആദർശം അവർ കാണിച്ചതുകൊണ്ട് അള്ളാഹു അവരെ ഉന്നതമായ സ്ഥാനത്തെത്തിച്ചു. അവരോടൊപ്പമുള്ള നായ പോലും സ്വർഗത്തിൽ അള്ളാഹു കടത്തുകയാണ്. അവരെ സ്നേഹിച്ചൊപ്പം കൂടിയ ഒരു നായയാണ്. ആ വിശുദ്ധമായ വാക്ക് തന്നെ അള്ളാഹു ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞു, ആദിസുഹും കൽബുഹും, കെൽബിനെ അവന്റെ കൂടെ തന്നെ പറയാ. ഏറ്റവും നികൃഷ്ടമായ ജീവി, ഏറ്റവും മോശപ്പെട്ട അള്ളാഹുവിന്റെ ജീവികളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ജീവിയാണല്ലോ നായ. നജീസുകളുടെ കൂട്ടത്തിലെ മുഖല്ലതായ നജീസാണല്ലോ നായ. ആ നായ വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് നായ പറയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സലാസത്തും റാബിയഹും കൽബുഹും ഖംസത്തും സാദിസുഹും കൽബുഹും റജ്മൻ ബിൽ ഗൈബ് വയഖൂലുന സബ്അത്തുൻ വസാമിനുഹും കൽബുഹും. അപ്പൊ ഈ ഒരു മഹത്തായ വിശ്വാസത്തിന്റെ ആദർശത്തിന്റെ ശക്തമായ പ്രകടനം അവരുടെ യുവത്വത്തിന്റെ പ്രസരിപ്പ് അവർ പ്രകടിപ്പിച്ചുകൊണ്ട് ധൈര്യമായി അള്ളാഹുവിന് വേണ്ടി നിലകൊണ്ടപ്പോൾ
അവർക്ക് ആദരവ് നൽകിയെന്ന് മാത്രമല്ല, അവരൊപ്പം കൂടി ഒരു നായക്ക് കൂടി അള്ളാഹു ആദരവ് നൽകുകയാണ്. അവരെ പറയും പോലെ ഖുർആൻ അള്ളാഹു നായയും പറയുന്നു. അവരെ ഉറക്കിയതുപോലെ ഖുർആൻ അള്ളാഹു നായയും ഉറക്കുന്നു. 300 കൊല്ലം അവരുറങ്ങി. വകൽബുഹും ബാസിത്തുൻ ദിറാഇഹി ബിൽ വസീദി. അവരുറങ്ങിക്കിടക്കുന്ന ഗുഹയുടെ മുൻവശത്ത് അവർക്ക് കാവൽക്കാരനായി ആ കണ്ണും തുറിപ്പിച്ച് ആ നായ അവർക്ക് വേണ്ടി 300 വർഷക്കാലം അവരുറങ്ങി അതേപോലെ തന്നെ ആ നിലക്ക് അള്ളാഹു ആ നായയും ആക്കി. അപ്പൊ ഇത്രയും വലിയൊരു പദവി അതിനുപോലും അള്ളാഹു നൽകിയെങ്കിൽ അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അവരുടെ ആ പ്രായത്തിന്റെ ആ ഒരു പ്രസരിപ്പോടുകൂടിയുള്ള അവരുടെ വിശ്വാസ പ്രകടനം അവർ ശക്തമായി കാണിച്ചപ്പോൾ അള്ളാഹു അവരെ ഉയർത്തി, അവരോടൊപ്പമുള്ളവരെയും ഉയർത്തി എന്നതാണ്. അതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു ഭാഗത്തും ഏതൊരു വിഷയത്തിലും യുവാക്കൾ എന്ന് പറഞ്ഞതാണ് നമ്മളുടെ ഏറ്റവും വലിയ കരുത്ത്. ഏത് സംഘടനയിലാണെങ്കിലും സമുദായത്തിലാണെങ്കിലും ഏത് വിഭാഗത്തിലാണെങ്കിലും ഒക്കെ തന്നെ അതിന്റെ ഏറ്റവും വലിയ കരുത്ത് അവർ യുവാക്കളാണ്. ആ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് സമസ്തയുടെ ശക്തി, സമസ്തയുടെ ശക്തമായ ഈ പ്രവർത്തനം ഇവിടെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാക്കൾ ഈ സുന്നി യുവജന സംഘം എന്ന ഒരു സംഘത്തെ ഇവിടെ സംഘടിപ്പിച്ചത്. മഹാനായ ശംസുൽ ഉലമയൊക്കെ പറഞ്ഞതുപോലെ സമസ്തയുടെ ഊന്നുവടിയാണത്. സമസ്തയുടെ ഊന്നുവടിയെന്ന് സമസ്ത എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രായം ചെന്ന മഹത്തുക്കളായ പണ്ഡിതന്മാർ ഉൾക്കൊള്ളുന്നതാണ് സമസ്ത. മുശാവറ അംഗങ്ങൾ, മുശാവറയുടെ നേതാക്കന്മാർ അവരൊക്കെ തന്നെ പ്രായം ചെന്നവരാണ്. എന്നാൽ ആ പ്രായം ചെന്ന അവരുടെ പ്രവർത്തനത്തിന് ഊർജം പകരാൻ അവർക്കൊരു ഊന്നുവടിയായി ഇവിടെ നിൽക്കാൻ ഇവിടുത്തെ യുവാക്കൾ ബഹുമാനപ്പെട്ട സമസ്തയോടൊപ്പം വേണം, ബഹുമാനപ്പെട്ട ഉലമാക്കളോടൊപ്പം വേണം. അവരെന്ത് പറയുന്നോ ആ പറയുന്നതനുസരിച്ച് അത് നടപ്പാക്കിയത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അങ്ങനെയുള്ള ഒരു യുവ സംഘം, ഒരു യുവ സമൂഹം ബഹുമാനപ്പെട്ട സമസ്തക്കുണ്ടാകണം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ സുന്നി യുവജന സംഘം എന്ന ഈ പ്രസ്ഥാനത്തെ ബഹുമാനപ്പെട്ട നേതാക്കന്മാര് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ പ്രവർത്തനങ്ങൾ ഇന്ന് വളരെ വിപുലമായ നിലയ്ക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഘടകമാണ് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ല മാത്രമല്ലല്ലോ സുന്നി യുവജന സംഘം. സുന്നി യുവജന സംഘം കേരളത്തിലൊട്ടുക്കും പുറത്തുമൊക്കെ തന്നെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ ശക്തമായ ഒരു പ്രവർത്തന മേഖല അതാണ് യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിൽ സുന്നത്ത് ജമാഅത്തിന്റെ കേന്ദ്രമാണ്, സമസ്തയുടെ കേന്ദ്രമാണ്. ആയിരക്കണക്കിന് മഹല്ലുകൾ, ആയിരക്കണക്കിന് മദ്രസകൾ അതൊക്കെ തന്നെ നിലകൊള്ളുന്ന ഒരു മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള ജില്ല എന്ന നിലക്ക് ഈ ജില്ലക്ക് പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇത്രയും വലിയ ഒരു സംഗമമുണ്ടാക്കി ഒരു ഒരു സംരംഭത്തിന് തുടക്കം കുറിക്കാൻ മലപ്പുറം ജില്ല SYS തയ്യാറായിരിക്കുകയാണ്. അതാണ് ഇവിടെയുള്ള ഈ ആമില. അവരുടെ അമലുകളൊക്കെ തന്നെ ഈ സമുദായത്തിന് ഉപകരിക്കുന്ന അമലുകൾ. അമല് എന്ന് പറഞ്ഞാൽ ഉദുഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന. അതാണല്ലോ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഹിക്മത്ത് കൊണ്ടും മൗഇദത്തുൽ ഹസന കൊണ്ടുമാകണം അള്ളാഹുവിന്റെ ഈ മാർഗത്തിലേക്ക് നിങ്ങൾ ജനങ്ങൾ ക്ഷണിക്കേണ്ടത്. അപ്പൊ ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രവർത്തനമാണ്. ഹിക്മത്ത് നമ്മളുടെ പ്രവർത്തനമാണ്. മൗഇദത്തുൽ ഹസന എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാരോപദേശങ്ങളാണ്. അപ്പൊ ഈ പ്രവർത്തനവും ഈ ഉപദേശവും രണ്ടും കൂടി ഉണ്ടായാൽ മാത്രമാണ് ഈ സമുദായത്തെ ഒരു നല്ല നിലയിൽ അവരെ കൊണ്ടുപോരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിനുള്ള ഒരു സംരംഭം എന്ന നിലക്ക് ആമിലയുടെ പ്രവർത്തനം ഇവിടെ ഈ സമുദായത്തിന് ലഭ്യമാകുന്ന വിധത്തിൽ അതിന്റെ സന്നദ്ധ സേവകരായ ആളുകളെ മഹാനായ തങ്ങളവർകൾ ഇന്നിവിടെ വെച്ച് സമുദായത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്, സമൂഹത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. അവരുടെ പ്രവർത്തനങ്ങളാണ് ഇനി വേണ്ടത്. അവരുടെ പ്രവർത്തനങ്ങളാണ് ഇനി എല്ലാവരും നോക്കിക്കാണുന്നത്. അവരിൽ നിന്ന് നല്ല പ്രവർത്തനമുണ്ടായി അത് എല്ലാ വിഭാഗത്തിനും ഉപകരിക്കുന്ന നിലക്ക്, പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങളെ സംരക്ഷിക്കുന്ന നിലക്ക്, ദീനിന്റെ ദഅവത്തുകൾ നടത്തിക്കൊണ്ട് ഈ ദീനിന് ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ അവരിൽ നിന്നുണ്ടായും കൊണ്ടും അങ്ങനെയുള്ള ആ ഒരു രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കണം. അതിന്റെ വിശദമായ എല്ലാ വിശദീകരണങ്ങളും ഇവിടെ വെച്ച് അതിന്റെ കർമ്മ പദ്ധതികളും അതിന്റെ പ്രവർത്തനങ്ങളുടെ വ്യക്തമായ രൂപവും ഒക്കെ തന്നെ ഈ സന്നദ്ധ സംഘത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കപ്പെടാൻ പോവുകയാണ്. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ മഹത്തായ ദൗത്യം ഏറ്റെടുത്ത് ഇവിടുന്ന് പ്രതിജ്ഞ എടുത്തല്ലോ.
എല്ലാവരും പ്രതിജ്ഞ എടുത്തു. ആ പ്രതിജ്ഞ എടുത്തത് എല്ലാവരുടെയും മനസ്സിൽ വേണം. ആ പ്രതിജ്ഞ അതിനനുസരിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനിനും സമുദായത്തിനും ഉപകാരപ്രദമാകുന്ന നിലക്കും പൊതുസമൂഹത്തിൽ തന്നെ പല വിധത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്കുണ്ട്. ആ നല്ല കാര്യങ്ങളൊക്കെ അത് പല സഹായങ്ങളും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ നടത്താൻ നമ്മളുടെ ഈ ആമിലയുടെ പ്രവർത്തനം അതിനൊക്കെ വ്യാപകമാക്കിക്കൊണ്ടാണ് ഇത് വളരെ സജീവമായി നടന്ന് മറ്റുള്ള ജില്ലകൾക്ക് കൂടി ഇതൊരു മാതൃകയാകണം. മലപ്പുറം ജില്ലയിലെ ഈ ആദ്യത്തെ തുടക്കം ഇത് വേറുള്ള ജില്ലകളിലൊക്കെ തുടങ്ങി. കേരളം ഒട്ടുക്കും ഇപ്പോൾ നമ്മൾ മജ്ലിസുന്നൂർ എന്ന് പറഞ്ഞ മഹാനായ തങ്ങൾ അവിടുത്തെ ഒരു ഇജാസത്തോടുകൂടി നമുക്ക് തന്ന ഒരു മഹത്തായ കാര്യം. അത് തുടങ്ങി വെച്ചത് ഇവിടെയാണ്. പക്ഷേ അത് തുടങ്ങിയത് ഇവിടെയാണെങ്കിൽ ഇന്ന് അത് കേരളത്തിലും കേരളത്തിന് പുറത്തും വ്യാപിച്ചു കഴിഞ്ഞു. മജ്ലിസുന്നൂർ ആയിരക്കണക്കിന് മജ്ലിസുകൾ അതിന്റെ പേരിൽ ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നതുപോലെ ഈ ഒരു നല്ല പ്രവർത്തനം ഇത് മലപ്പുറം ജില്ലയിൽ ആരംഭിച്ചതാണെങ്കിലും ഇത് മറ്റുള്ള ജില്ലകളിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കും പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങൾ ഉൾക്കൊണ്ട് സമസ്തയുടെ പിന്നിൽ അണിനിരന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തന മേഖലയിലേക്കും ഇതുപോലെ ഈ ആമില പ്രവർത്തനം വ്യാപിപ്പിക്കണം. അതിനല്ലാഹു അതിന്റെ സംഘാടകർക്ക് എല്ലാവിധത്തിലുള്ള കഴിവും നൽകുമാറാകട്ടെ. ആമീൻ. ഈ മഹത്തായ സംരംഭം നമുക്കൊക്കെ യാതൊരു ആക്ഷേപവുമില്ലാത്ത വിധത്തിൽ സമുദായത്തിന് ഉപകരിക്കുന്ന നിലക്ക് സമൂഹത്തിന് ഗുണകരമാകുന്ന നിലക്ക് ഇത് ഭംഗിയായി നിർവഹിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മളുടെ മഹാന്മാരായ ഉസ്താദുമാര് അവരൊക്കെ തന്നെ വളരെ പ്രായം ചെന്ന ആളുകളാണ്. അവരുടെയൊക്കെ ആ ഒരു സന്ദേശം അത് നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് നമ്മളുടെ ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അടുത്ത നിങ്ങളൊക്കെ ഇന്ന് പത്രത്തിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു മഹാസമ്മേളനമാണ് അതിന്റെ 90-ാം വാർഷികം 2016 നടക്കാൻ പോകുന്നത്. 2016 ഫെബ്രുവരി മാസത്തിൽ ആ സമ്മേളനം നടക്കാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഷാവറ തീരുമാനിക്കുകയും അത് മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അത് പ്രഖ്യാപനം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മളത് ഏറ്റെടുക്കണം. ആ സമ്മേളനം ഈ ഒരു വർഷത്തെ പ്രവർത്തനത്തിലൂടെ ഇതിന് സമാനതയില്ലാത്ത അതിന് തുല്യമായ മറ്റൊന്നിവിടെ കാണാത്ത വിധത്തിലുള്ള ഒരു വലിയ ഒരു സമ്മേളനവും സമ്മേളന പ്രവർത്തനവും അതോടനുബന്ധിച്ച് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളൊക്കെയും തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം. അതുപോലെ തന്നെ ഒരു വർഷം നീണ്ടു നിൽക്കുന്നതിന്റെ പ്രവർത്തനങ്ങളുടെ കർമ്മ പദ്ധതികളൊക്കെ ഉണ്ടാക്കി ഇവിടെ അത് പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. അതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ദഅവത്ത്, സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ ഇന്നിവിടെ വിജയികൾ മുഴുവനും പല വിധത്തിലായി, പല കോലക്കാരായി, പല ജാതിക്കാരായി, പല തരക്കാരായി വിദേഹത്തുകാർ ഇവിടെ അങ്ങനെ വന്നുകൊണ്ടിരിക്കാം. മുജാഹിദുകൾ തന്നെ പൊളിഞ്ഞ് കഷ്ണം കഷ്ണമായി 5ഉം 6ഉം ഒക്കെ ആയിട്ടുണ്ട്. അവരൊക്കെ തന്നെ പക്ഷേ അവര് ഈ വിദേഹത്ത് പ്രചരിപ്പിക്കുന്നതിൽ മത്സരിക്കുകയാണ്. ആർക്കാ കൂടുതൽ വിദേഹത്ത് പ്രചരിപ്പിക്കാൻ കഴിയുക, അതാണ് അവരുടെ മത്സരം. അപ്പൊ ആ വിദേഹത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് ഒന്ന് നിന്നപ്പോഴേക്ക് മറ്റേത് തുടങ്ങി, മറ്റേത് നിൽക്കുമ്പോഴേക്ക് അപ്പുറത്ത് വേറെ ഒന്ന് തുടങ്ങി, ഇങ്ങനെ ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു കടന്നുകയറ്റം ഇവിടുത്തെ പുത്തനാശയക്കാര് നടത്തുമ്പോൾ പരിശുദ്ധ ദീനിനെയും സമുദായത്തിനെയും സംരക്ഷിക്കാനുള്ള ബാധ്യത ഇവിടുത്തെ ഉലമാക്കൾക്കുണ്ട് എന്ന് മനസ്സിലാക്കിയ തിരിച്ചറിവോടുകൂടി ഇവിടെ രൂപീകൃതമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ, ആ ജമിയത്തുൽ ഉലമയുടെ സന്ദേശങ്ങൾ ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നമ്മളുടെ സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ കഴിയണം. അതൊക്കെ ഏറ്റെടുക്കാൻ നിങ്ങളെല്ലാവരും തയ്യാറാവണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെയും സുന്നത്ത് ജമാഅത്തിന്റെയും സമസ്തയുടെയും ഖാദിമീങ്ങളായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മളുടെ ഖിദ്മത്തുകളൊക്കെയും അല്ലാഹു തൃപ്തിപ്പെട്ട ഖിദ്മത്തുകളായി സ്വീകരിക്കുമാറാകട്ടെ. ആഫിയത്തോടുകൂടി ദീർഘായുസ്സോടുകൂടി ഈ സംഘടനക്കും ഈ സംഘടനയുടെ ആദർശം ഇവിടെ പ്രചരിപ്പിക്കുന്നതിനും നമുക്കൊക്കെ ധാരാളം പ്രവർത്തിക്കാൻ അല്ലാഹു ഇനിയും തൗഫീഖ് നൽകുമാറാകട്ടെ, അനുഗ്രഹം നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് നിർത്തുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും. സുന്നി യുവജന സംഘം മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ ഹാജി കെ മുഹമ്മദ് ഫൈസി അധ്യക്ഷ പ്രസംഗം ആരംഭിക്കുന്നു. സർവാദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد അഭിവന്ദരായ സമസ്ത സെക്രട്ടറി ബാബു മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ജമലുൽ തങ്ങൾ, മറ്റു സാദാത്യങ്ങൾ, പണ്ഡിതന്മാർ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ സ്ഥലം MLA ഉബൈദുള്ള സാഹിബ്, മറ്റു സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ ആമില പ്രവർത്തകരെ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രസിഡന്റ് സയ്യിദ് അവറുകൾ സൗദി യാത്രക്ക് പോയിരിക്കുകയാണ്. തങ്ങൾ അവറുകൾ ഉദ്ഘാടന പ്രസംഗം ചെയ്ത ഒന്ന് രണ്ട് വാക്ക് നാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സമസ്തയുടെ നേതാക്കളും പണ്ഡിതന്മാരും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് തുല്യമായ ആരിഫീങ്ങളായ പണ്ഡിതന്മാർ, ഒരു ഖിറാഅത്ത് പോലും ചെയ്യാത്ത ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാർ, അവർ നമുക്ക് കാണിച്ചു തന്ന, അവർ പഠിപ്പിച്ചു തന്ന ഒരു മാതൃകയും ഇൽമുമാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ മാത്താങ്കൂത്തുകളും കുഴപ്പങ്ങളും ഉണ്ടായ നമ്മുടെ സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരും ഇവിടെ പല പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. അതെല്ലാം സമസ്തയുടെ അഭിവന്ദനായ നമ്മുടെ ഗുരുനാഥൻ കണ്യത്തുസ്താദും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയും ഉണ്ടായിരുന്ന കാലത്ത് തന്നെ അവരെ വേദനിപ്പിച്ചുകൊണ്ട് സമസ്ത പുലർത്തി, ഞാനാണ് സമസ്തയുടെ പ്രസിഡന്റ്, ഞാനാണ് സമസ്തയുടെ സെക്രട്ടറി എന്ന് ശിഷ്യന്മാരുമായ അവരുടെ ഇന്നത്തെ പ്രവർത്തകർ, അതല്ലെങ്കിൽ ഈ സമുദായത്തിൽ കുഴപ്പം സൃഷ്ടിച്ച, പ്രശ്നങ്ങളുണ്ടാക്കിയ ചില ആളുകൾ നേതൃത്വം കൊടുക്കുന്ന സമസ്ത എന്നതിന് പറഞ്ഞുകൂടാ, സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിഘടിതരാണ് അവര്. അവരിന്ന് നമ്മൾ 60-ാം വാർഷികം നടത്തിയപ്പോൾ, കൃത്യസമയത്ത് 60-ാം വാർഷികം നടത്തി അത് വിജയിച്ചു എന്ന് കണ്ടപ്പോ നമ്മുടെ ഉമ്മരത്ത് വന്ന് മലപ്പുറം ജില്ലയിൽ അവര് 60-ാം വാർഷികം നടത്തുകയാണ്. അത് നടത്തട്ടെ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ മലപ്പുറം ജില്ലാ SYSന്റെ വലിയൊരു സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഒരു സ്ഥലമാണത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവരുടെ പുണ്യം കൊണ്ട് അത് വിജയിക്കുമെന്ന അഭിപ്രായമില്ല. കാരണം എന്താ? വിജയിക്കില്ല എന്നുറപ്പാ. അതിന് കാരണം ചുറ്റുപാടത്തുള്ള ആളുകൾ മുഴുവനും നമ്മുടെ സമസ്തയുടെയും നമ്മുടെ പ്രവർത്തകരുമാണ്. ഞാൻ ചെറിയൊരു സംഭവം നിങ്ങൾ അറിയിക്കുകയാണ്. അതിന് ചുറ്റുഭാഗത്തുള്ള സ്ഥലങ്ങളിലെല്ലാം നോ അഡ്മിഷൻ എഴുതി വെച്ചേക്കാണ്. നമുക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടാവാറില്ല. ഖുറാഫികളായ ആളുകൾക്ക് ഈ ഭൂമിയിലേക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചു. ഒരു സ്ഥലത്തല്ല, 2-3 സ്ഥലത്ത്. അടുത്ത സ്ഥലങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ കാണാൻ പോണ്ട, അപ്പൊ നമ്മളാളുകളാണെന്ന് തോന്നിപ്പോവർക്ക്, പിന്നീട് പോയാൽ മതി. ഇപ്പൊ ചുരുക്കി പറയാ, മുജാഹിദീകളായ ആളുകളായിരിക്കാം, അതല്ലെങ്കിൽ മുബ്തദീങ്ങളായ ആളുകളായിരിക്കാം, എന്തോ ആവട്ടെ, ഒരു യോഗം നടക്കുന്ന സ്ഥലത്ത് കണ്ടം തിരിച്ച്, സ്ഥലം നിർണയിച്ചുകൊണ്ട് ഈ സ്ഥലത്തേക്ക് പ്രവേശനമില്ല എന്ന് എഴുതി വെക്കണമെങ്കിൽ ഒരുമയില്ല, ഈ സമൂഹത്തിന് വെട്ടിമുറിച്ച ആളുകളാണ് എന്ന് വ്യക്തമായ തെളിവ് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന രൂപത്തിൽ അവിടെ ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. കമ്പിവേലി പോലെ കെട്ടിയിരിക്കുക, പാകിസ്ഥാനും ഇന്ത്യയും അതിർത്തിയിൽ കെട്ടിയതുപോലെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. എന്ത് യോഗമാണ് അവർ നടത്തുന്നത്? സമൂഹത്തിനോട് കടപ്പാടും സ്നേഹവും സന്തോഷവും ഇല്ലാത്ത ഒരു സാധനം. ബഹുമാനപ്പെട്ട കണ്യത്തുസ്താദിന്റെ എല്ലാ നിലക്കുള്ള ദുആകളും
ആയിരക്കണക്കിന് ജനങ്ങൾ കന്നിത്തുസാവ് പ്രാർത്ഥിച്ചപ്പോൾ ആമീൻ പറഞ്ഞ ആ ഒരു വലിയൊരു സംഭവം, ഒരു ദുആക്ക് ഇജാബത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പൈസ ഒരുപാടുണ്ടാവും. എന്താണ് കാട്ടേണ്ടതെന്ന് അറിയാത്ത വിധത്തിൽ പൈസകളുണ്ടാവും. ഹക്കും ബാത്തിലുമില്ല, ഒന്നായി ഏത് പൈസയും സ്വീകരിക്കും, ഏത് കൊടുത്താലും. അങ്ങനെ എങ്ങനെയെങ്കിലും യോഗങ്ങൾ നടത്തി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടിയിട്ട് കുഴപ്പമുണ്ടാക്കുക എന്നാണ്. അതുകൊണ്ട് നമ്മുടെ സമസ്ത അൽഹംദുലില്ലാഹ് 10,000 ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ നമുക്കിവിടെ ഉണ്ട്. ഏതാനും ഫുള്ളായിട്ടുണ്ട്, കുറെ ആളുകൾ പുറത്തു നിൽക്കുന്നു. നമ്മുടെ ആമിലകൾ അൽഹംദുലില്ലാഹ് എല്ലാവരും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പടച്ച റബ്ബ് നമുക്ക് നല്ല നിലക്ക് സമസ്തക്ക് കീഴിൽ പ്രവർത്തിക്കുവാൻ തൗഫീഖ് തരുമാറാവട്ടെ. ബാപ്പു മുസ്ലിയാർ ഇവിടെ പറഞ്ഞ വിഷയം നമുക്ക് അൽഹംദുലില്ലാഹ് ആദ്യത്തെ ഒരു സമ്മേളനം മലപ്പുറം ജില്ലയിലെ എസ്വിഎസിന്റെ ആമില സംഘമാണ് ഇവിടെ ഇന്ന് പേപ്പറിൽ വന്നപ്പോൾ ആദ്യമായി നമുക്ക് അതിന് സൗഭാഗ്യമുണ്ടായി. സമസ്തയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി മുന്നേറാനും പ്രവർത്തിക്കുവാനും പടച്ച റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് തരുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ ഉസ്താദ് പി കുഞ്ഞാണി മുസ്ലിയാർ സദസ്സിന് ആശംസയർപ്പിക്കുന്നു. ഉസ്താദിനെ സർവാദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സമസ്തയിലെ എസ്കെഎസിന്റെ SKSSFിന്റെ നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സുന്നി യുവജന സംഘത്തിന്റെ സാരഥികളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു ഫമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് عليه توكلت وإليه أنيب ولا حول ولا قوة إلا بالله العلي العظيم. സഹോദരന്മാരെ, മലപ്പുറം ജില്ലാ SYS ഇവിടെ കേരളത്തിന് തന്നെ മാതൃകയാകുന്ന SYSന്റെ ഒരു 10,000 പ്രവർത്തകരെ സമൂഹ സേവനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ നമുക്ക് ചൊല്ലിത്തന്ന പ്രതിജ്ഞയുടെ വാചകം ഏറ്റെടുത്ത് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ലക്ഷ്യം പൂർവോപരി പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. കാലികമായി കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് ഇസ്ലാമികമായ സന്ദേശങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും സമൂഹത്തിന് വരുന്ന വെല്ലുവിളികൾ നമുക്കറിയാം. ഇന്ന് നിരവധി ഭീഷണികൾ, വെല്ലുവിളികൾ മുസ്ലിം സമൂഹം ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്, മുസ്ലിം സമൂഹത്തിന്റെ നേരിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെ വികലമാക്കാൻ, ഇസ്ലാമിനെ വികൃതമാക്കാൻ, ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്ത് കരിവാരിത്തേക്കാൻ ഇവിടെ ഗൂഢമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം. ആരിൽ നിന്നാണെങ്കിലും, സിയോണിസ്റ്റുകളിൽ നിന്നാണെങ്കിലും, നിരീശ്വരവാദികളിൽ നിന്നാണെങ്കിലും, യുക്തിവാദികളിൽ നിന്നാണെങ്കിലും, ആരിൽ നിന്നാണെങ്കിലും ഈ പ്രവർത്തനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെയൊക്കെ ലക്ഷ്യം മുസ്ലിംകളാണ്. ഇസ്ലാമിന്റെ സന്ദേശത്തെ തകർക്കുകയും ആ ഇസ്ലാമിന്റെ സന്ദേശം ജനഹൃദയങ്ങളിൽ നിന്ന് അടർത്തിയെടുക്കാനുള്ള ഗൂഢമായ ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ഇസ്ലാമിന്റെ ശത്രുക്കളായ സൽമാൻ റുഷ്ദിയെപ്പോലെയുള്ള, തസ്ലീമ നസ്രിയെപ്പോലെയുള്ള എഴുത്തുകാരികളെയൊക്കെ പുല്ലും വെള്ളവും കൊടുത്തുകൊണ്ട് വളർത്തിയെടുത്ത് മിക്കവാറും ഭാരതത്തിൽ നിന്നാണ് അതിന്റെ പ്രവർത്തനം നടക്കുന്നത്. ഇസ്ലാമിന്റെ എതിരുള്ള ഗൂഢമായ പ്രവർത്തനം, ബാഹ്യമായ പ്രവർത്തനമല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ പ്രതിരോധിക്കുകയും തടയിടുകയും ചെയ്യണം. പരിശുദ്ധ ഖുർആനിൽ ഒരായത്ത് നമുക്ക് കാണാം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹാ
വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, നിങ്ങളിൽ നീ ഏറ്റവും ഉത്തമൻ. ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ദഅവത്ത് നടത്തുകയും വഅമില സാലിഹ, അവൻ സൽക്കർമ്മത്തിൽ വ്യാപൃതനാവുകയും നന്മ മാത്രം പ്രവർത്തിക്കുകയും വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഏറ്റവും ഉത്തമൻ ആരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നു. ആ വ്യക്തിത്വത്തിൽ അകപ്പെടാൻ നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നിരവധി വെല്ലുവിളികൾ നേരിടുമ്പോൾ തന്നെ ഇപ്പൊ പുതുതായ ചില വെല്ലുവിളികളും നമ്മിലേക്ക് പ്രലോഭനങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. വെറുവാപ്പസി എന്നൊക്കെ പറഞ്ഞ് പഴയ വീട്ടിലേക്ക് മടങ്ങുക, അല്ലെങ്കിൽ പഴയ മതത്തിലേക്ക് മടങ്ങുക എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ ശല്യങ്ങളൊക്കെ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെക്കുറിച്ചുള്ള ദൃഢമായ വിശ്വാസം, അള്ളാഹു എന്റെ ഉടമയാണെന്നും ഞാൻ അള്ളാഹുവിന്റെ അടിമയാണെന്നും യഥാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ ആ ഗർവാഫസിയുടെ പ്രലോഭനത്തിലേക്ക് വരുത്താൻ സാധ്യമല്ല എന്ന് പഴയ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം. ബുഖാരിയുടെ തൊട്ട ആദ്യ ഭാഗത്തുള്ള ഒരു നീണ്ട ഹദീസിൽ ഹിറക്കിൽ രാജാവിന്റെ ഒരു ചരിത്രം പരിശുദ്ധ ഹദീസ് വിവരിക്കുന്നുണ്ട്. നിരവധി ചോദ്യങ്ങൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ലെറ്റർ കിട്ടിയപ്പോൾ, ഇസ്ലാമിലേക്കുള്ള ക്ഷണം കിട്ടിയപ്പോൾ ഹിറക്കിൽ രാജാവ് അബൂ സുഫിയാനെ വിളിച്ച് മുന്നിൽ നിർത്തിക്കൊണ്ട് അബൂ സുഫിയാന്റെ കൂടെയുള്ള ആളുകളെ പിന്നിൽ നിർത്തിക്കൊണ്ട് അബൂ സുഫിയാനോട് ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കുന്നു, അതിൽ സത്യം പറയുകയാണെങ്കിൽ നിങ്ങളത് അംഗീകരിക്കുകയും അസത്യം പറയുകയാണെങ്കിൽ നിങ്ങളത് നിരാകരിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ് ഹിറക്കിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചതിൽ ഒരു ചോദ്യമാണ് അയത്തബിഉഹു അശ്റാഫുഹും അം ളുഅഫാഉഹും. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തുടർന്നവര് ധനാഢ്യന്മാരാണോ അതല്ല പ്രതാപികളാണോ അം ളുഅഫാഉഹും, അതോ സാധാരണക്കാരാണോ? ഹിറക്കിൽ രാജാവ് ചോദിക്കുമ്പോൾ അന്ന് ഇസ്ലാമിന്റെ ശത്രുവായ അബൂ സുഫിയാൻ മറുപടി പറഞ്ഞത് ബൽ ളുഅഫാഉഹും, സാധാരണക്കാരാണ്. പിന്നെയും കുറെ ചോദ്യങ്ങൾ ചോദിച്ചതിന്റെ ശേഷം ഹിറക്കിൽ രാജാവ് അബൂ സുഫിയാനോട് ചോദിക്കുന്നു, ഹൽ യർതദ്ദു അഹദും സഖ്തതൻ ലിദീനിഹി, ഇസ്ലാമിലേക്ക് വന്ന ആരെങ്കിലും ഇസ്ലാമിനോട് പൊരുത്തപ്പെടാതെ ഇസ്ലാമിനെ അംഗീകരിക്കാതെ ആരെങ്കിലും ഇസ്ലാമിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ടോ, ഗർവാപ്പസി നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ അബൂ സുഫിയാൻ മറുപടി പറഞ്ഞില്ല, ഒരാളും മറുപടി പോയിട്ടില്ല, ഇസ്ലാമിൽ നിന്ന് തിരിച്ചു പോയിട്ടില്ല. ഇത് പറയുമ്പോ റോമന്റെ ചക്രവർത്തിയായ ഹിറക്കിൽ പറയുന്നത് ഫദാലിക്കൽ ഈമാൻ, അതാണ് ഇസ്ലാമിന്റെ സ്വഭാവം, ഈമാനിന്റെ സ്വഭാവം. അത് മനുഷ്യ മനസ്സിന്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് പറിച്ചെടുക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് അന്ന് ഹിറക്കിൽ രാജാവ് പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞത് വെല്ലുവിളികൾ പലതും നമ്മുടെ മുന്നിലുണ്ട്. നമ്മുടെ ഉമ്മത്തിനെ, നമ്മുടെ സമൂഹത്തെ പുറത്തുള്ള ആളുകൾക്കും ദഅവ എത്തിച്ചുകൊണ്ട് അവരെ ഇസ്ലാമികമായ വിശ്വാസം, ഈമാനിന്റെ ദൃഢമായ വിശ്വാസം അവരുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനം നിങ്ങളിൽ ഉണ്ടാവണം. ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ഒറ്റ വ്യക്തി, ഒരു സഹോദരൻ, ഒരു സഹോദരി നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടുകയാണെങ്കിൽ ദുനിയാവും ദുനിയാവിന്റെ സർവ്വ ആനുഭൂതികളെക്കാളും അത് ഉത്തമമാണ് എന്ന് മഹാനായ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചുവെങ്കിൽ ആ വാക്കിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ അനുഗ്രഹീത സദസ്സിന് ആശംസയർപ്പിച്ചുകൊണ്ട് മലപ്പുറത്തിന്റെ പ്രിയങ്കരനായ നിയമസഭാ സാമാജികൻ പി ഉബൈദുള്ള സാഹിബ് സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സമ്മേളന പ്രതികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫയലിലുള്ള ബയോഡാറ്റ ഇപ്പോൾ പൂരിപ്പിച്ചു നൽകേണ്ടതില്ല. 10:00 ശേഷം
വളണ്ടിയേഴ്സ് അത് നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും. SOS മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഹാജി കെ മുഹമ്മദ് ഫൈസി അവർകൾ, ബഹുമാനായ കോട്ടുമല TM ബാബ് മുസ്ലിയാർ, ബഹുമാനപ്പെട്ട സയ്യിദ് ജമാലുലേരി തങ്ങൾ, വേദിയിലുള്ള ബഹുമാന്യരായ ഉലമാക്കളെ, ഉമറാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരള മുസ്ലിംകളുടെ ആധികാരിക മതസംഘടനയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ പോഷക സംഘടനകളും കാലാനുസൃതമായി അതിന്റെ സംഘടനാ പ്രവർത്തനം വളരെ ശാസ്ത്രീയമായും സജീവമായും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് SOS ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ ഈ ആമില സമർപ്പണ സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. ചില സംഘടനകൾ 60ാം വാർഷികത്തിന്റെ പേരിൽ 60,000 കവങ്ങൾ വെട്ടി നശിപ്പിച്ച് റോട്ടിൽ നാട്ടുമ്പോൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള സുന്നി യുവജന സംഘം 60ാം വാർഷികത്തോടനുബന്ധിച്ച് 60,000 വളണ്ടിയർമാരെ സേവന സന്നദ്ധരായി നാടിനെ സമർപ്പിക്കുകയാണ്. ഇതാണ് ഈ സംഘടനയുടെ വ്യത്യാസം എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയിൽ 10,000 വളണ്ടിയർമാരെയാണ് നമ്മൾ സമർപ്പിക്കുന്നതെങ്കിൽ മറ്റ് ജില്ലകളിലും ഇതുപോലെ വളണ്ടിയർമാരെ SOS ജില്ലാ കമ്മിറ്റി നാടിന്റെ സേവന രംഗത്തേക്ക്, കർമ്മരംഗത്തേക്ക് ഇറക്കുകയാണ്. ഒരു യുവജന സംഘടന ചെയ്യേണ്ട കാര്യം കൃത്യമായി SOS ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു വിദ്യാർത്ഥി സംഘടന ചെയ്യേണ്ട കാര്യം വളരെ കൃത്യമായി കാലഘട്ടാനുസൃതമായി SKSSF നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏതൊരു സർക്കാർ ആശുപത്രികളിൽ ചെന്നാലും അവിടെ SKSSFന്റെ വികായ വളണ്ടിയർമാർ വേഷമിട്ട്, സഹചാരി സെല്ലിന്റെ വളണ്ടിയർമാർ ആ വേഷമണിഞ്ഞ് അവിടെ സേവനം ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. നമ്മുടെ മനസ്സിന് കൺകുളിർമയേകുന്ന സേവന പ്രവർത്തനത്തിൽ SKSSFന്റെ പ്രവർത്തകന്മാർ എവിടെയാണോ അവരുടെ സേവനം ആവശ്യമായിട്ടുള്ളത് അവിടെയൊക്കെ സേവന സന്നദ്ധരായി പ്രവർത്തിക്കാം. അതേ രീതിയിൽ രാജ്യത്തിനും സമൂഹത്തിനും സേവനം ചെയ്യുന്നതിന് വേണ്ടി SOSന്റെ വളണ്ടിയർമാരും രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുകയാണ്. ഇങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതൊക്കെ തരത്തിലാണോ സമുദായത്തെയും സമൂഹത്തെയും സേവിക്കേണ്ടത് ആ രീതിയിലൊക്കെ അതിനനുസൃതമായ വളരെ ശാസ്ത്രീയമായ പ്രവർത്തനമായി നമ്മുടെ എല്ലാ സംഘടനകളും മുന്നോട്ട് പോകുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ മദ്രസ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്നത്തെ നൂതനമായ ബോധന രീതികൾ സംബന്ധിച്ച് ഏതൊക്കെ തരത്തിൽ മദ്രസ പ്രസ്ഥാനം നവീകരിക്കുന്നത് സംബന്ധിച്ച് വളരെയേറെ കാലിക പ്രസക്തമായ രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. സുന്നി മഹല്ല് ഫെഡറേഷന്റെ പ്രവർത്തനം കൊണ്ട് മഹല്ലുകളുടെ പ്രവർത്തനത്തിൽ വലിയ മാറ്റമുണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചു. ചമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുള്ള മഹല്ല് ഫെഡറേഷന്റെ ഭാരവാഹികളുടെ നേതൃസംഗമത്തോടുകൂടി നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മഹല്ലുകൾക്ക് വലിയൊരു ദിശാബോധം ഉണ്ടായിക്കൊടുക്കാൻ, മഹല്ല് ഭരണത്തിന് പുതിയൊരു കാഴ്ചപ്പാട് നൽകാൻ ഈ സംഘടനയുടെ പ്രവർത്തനം വഴി സാധ്യമായി. അങ്ങനെ എല്ലാ പോഷക സംഘടനകളും അവരിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം വളരെ ഭംഗിയായി നിർവഹിച്ചു പോകുന്നു എന്നതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അതിന്റെ പോഷക സംഘടനകളുടെയും പ്രവർത്തനം കാണുമ്പോൾ പുറമെ നിന്നുള്ള ആളുകൾ പോലും വിലയിരുത്തുന്നത്. ഇങ്ങനെയുള്ള സംഘടനാ പ്രവർത്തനം വളരെ ചിട്ടയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ഉലമാക്കളെയും സമസ്തയുടെ മറ്റു നേതാക്കന്മാരെയും എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അവർക്കെല്ലാവർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആമില സമർപ്പണ ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശ്രദ്ധിക്കുക, കൃത്യം 10:30 മണിക്ക് നമ്മുടെ ക്യാമ്പിലെ വിഷയാവതരണങ്ങൾ ആരംഭിക്കണം. അതിനു മുമ്പായി ഏതാനും ആശംസകൾ കൂടി നടക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമാദരണീയരായ കേന്ദ്ര മുശാവറ മെമ്പർ ബഹുമാനപ്പെട്ട MT ഉസ്താദ് അവർകൾ ഈ അനുഗ്രഹീത വേദിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു. ഉസ്താദിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അഭിവന്യരായ നേതാക്കളെ, ഉലമാക്കളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകരായ യുവ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ മലിക്കിൽ ഹഖിൽ മുബീൻ ദിൽ ഖുവ്വത്തിൽ മതീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സാദിഖിൽ വഅദിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين صدق الله مولانا العظيم. ബഹുമാനികളെ, ഈ ചുറുചുറുക്കുള്ള നമ്മുടെ യുവ പ്രവർത്തകർ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രതിജ്ഞ എടുത്ത് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറാകുന്ന നമ്മുടെ പ്രവർത്തകരെ നേരിലൊന്ന് വന്ന് കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് ഇവിടെ ഞാൻ വന്നത്. അൽഹംദുലില്ലാ, കണ്ണ് കുളിർമയാകുന്ന തരത്തിലുള്ള നല്ല പ്രകാശിക്കുന്ന മുഖങ്ങളാണ് ഈ സദസ്സിൽ വന്നപ്പോൾ കാണാൻ സാധിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആ ഈമാനികമായ പ്രകാശം ദുനിയാവിടത്തോളം ഈ പരീക്ഷണത്തിന്റെ ലോകത്ത് മഹാന്മാരായ പ്രവാചകന്മാർ ധാരാളം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നതുപോലെ ആ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായി സ്ഥിതി ചെയ്യുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രചാരകന്മാരായ ഏതൊരാൾക്കും അനുഭവിക്കേണ്ടി വരുന്ന ഒന്നാണ് പരീക്ഷണങ്ങൾ. ധാരാളം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നവരാണ് പ്രവാചകന്മാർ. അതുപോലെ തന്നെയാണ് പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായ ഉലമാക്കളും അവരോട് തോളോട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഉമറാക്കളും പരീക്ഷണങ്ങൾക്ക് വിധേയമാവും. ഒരുപാട് ശത്രുക്കളുടെ മധ്യത്തിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് സംഘടനാപരമായ ശത്രുക്കളുണ്ട്, ആദർശപരമായ ശത്രുക്കളുണ്ട്, മറ്റു പല രീതിയിലുള്ള ശത്രുക്കളും നമുക്കുണ്ട്. ഈ ധാരാളം ശത്രുക്കളുടെ മധ്യത്തിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. ഒരിക്കലും വിശ്രമിക്കാൻ അവസരം ലഭിക്കാത്ത വിധത്തിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കേണ്ടുന്ന കൂടുതൽ കൂടുതൽ സാഹചര്യങ്ങളാണ് നമ്മുടെ മുമ്പിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിലാണ് മനുഷ്യനെ ഈ ലോകത്ത് സൃഷ്ടിക്കുകയും ഈ ലോകത്ത് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല താമസിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹക്കും ബാത്തിലും തമ്മിൽ ഏറ്റുമുട്ടുന്ന, ഹക്കിനെ നിലനിർത്താൻ വേണ്ടി ഒരു വിഭാഗം കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്ത് ബാത്തിലിനെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന വലിയ ഒരു വിഭാഗം, ചിലപ്പോൾ അവർ ന്യൂനപക്ഷമാകും, ചിലപ്പോൾ അവർ ഭൂരിപക്ഷമാകും. അങ്ങനെയുള്ള ഒരു ചുറ്റുപാട് തന്നെയാണ് ഇവിടെ എന്നും ഖിയാമത്ത് നാൾ വരെയുണ്ടാകുക. ഇതിന്റെ ഇടയിൽ നമ്മളുടെ ഉത്തരവാദിത്തം നമ്മൾ നിറവേറ്റണം. വലിയ ഉത്തരവാദിത്തമാണ്, വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ് നമ്മൾക്കുള്ളത്. നമ്മുടെ ശത്രുക്കൾ നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ശത്രുക്കൾ, ബിദ്അഈ കക്ഷികൾ, അവരെല്ലാ നിലക്കുള്ള ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെതിരിൽ ഇവിടെ പ്രവർത്തിക്കാൻ മഹല്ലുകളിലേക്ക്, വീടുകളിലേക്ക്, വ്യക്തികളിലേക്ക് അവരിറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും ഒരു സമ്മേളനം നടത്തുക എന്നതല്ല, എവിടെയെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ടാക്കുക എന്നതല്ല. അവർ മഹല്ലുകളിലേക്കും വീടുകളിലേക്കും പള്ളികളിലേക്കും മദ്രസകളിലേക്കും ഓരോ വ്യക്തികളെയും സമീപിച്ചുകൊണ്ട് രാവും പകലും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനവർക്ക് പണം, എത്ര വേണമെങ്കിലും അവർക്ക് പണം ലഭിക്കാനുള്ള ധാരാളം സാധ്യതകൾ അവർക്കുണ്ട്. അതൊരു ഭാഗത്ത് നടക്കുമ്പോൾ സംഘടനാപരമായി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായെ 90-ാം വാർഷികം കൊണ്ടാടാൻ പോകുന്ന
ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആ നല്ല പ്രവർത്തനം ഇവിടുന്ന് ഇല്ലായ്മ ചെയ്തുകൊണ്ട് അതിന്റെ ആളുകളായി മറ്റൊന്ന് നിലക്ക് അതിന്റെ ആളുകളായി മാറാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചിലപ്പോൾ നമ്മളെ മലപ്പുറം ജില്ലയിൽ അനുഭവപ്പെടാത്ത ധാരാളം അനുഭവങ്ങളാണ് മറ്റ് ജില്ലകളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, മറ്റ് സ്റ്റേറ്റുകളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റേറ്റുകളിൽ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗത്തും ഇന്ത്യയുടെ പുറത്തും മറ്റ് രാഷ്ട്രങ്ങളിലും എവിടേക്ക് അവർക്ക് എത്താൻ കഴിയുമെങ്കിൽ ഒരാളെങ്കിലും അവര് ലാ യഹ്ദി അല്ലാഹു ബിക റജുലൻ വാഹിദ എന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞാണി ഉസ്താദ് ഞാൻ വന്നപ്പോൾ പ്രസംഗിക്കുന്നത് കേട്ടു. അതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതിന്റെ നേരെ മറിച്ച് അല്ലാഹു ഒരാളെങ്കിലും വഴിപഴപ്പിക്കാൻ എനിക്ക് സാധിച്ചാല് അതാണ് ഏറ്റവും നല്ലത് എന്ന നിലയിലാണ് അവരുടെ പ്രവർത്തനം. ഏതെങ്കിലും ഒരാളെ ഹിദായത്താക്കാൻ കഴിയുമെങ്കിൽ അത് ദുനിയാവും അതിന്റെ അപ്പുറം കിട്ടുന്നതിനേക്കാണ് ഖൈറാണെന്ന് പറഞ്ഞത്. ഏതെങ്കിലും ഒരാളെ വഴിപഴപ്പിച്ചാല് കോടികൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുള്ള ആ ചിന്തയിലാണ് ചില ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരുടെ ശർറിൽ നമ്മളെ കാത്ത് നമ്മളെ സംഘടനയെ, സമൂഹത്തെ അല്ലാഹു രക്ഷിക്കുമാറാവട്ടെ. അതേപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും മറ്റുള്ള പല നിലക്കും ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ഒന്ന് ഇറങ്ങിത്തിരിച്ച് നമ്മളിന്ന് പ്രതിജ്ഞയെടുത്ത ആ പ്രതിജ്ഞ നമ്മൾ മുറുകെ പിടിച്ച് നമ്മൾ രംഗത്തിറങ്ങി നമ്മൾ പ്രവർത്തിക്കണം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആ നേതൃത്വം എന്താണ് നമ്മൾക്ക് മാർഗദർശനം നൽകുന്നതെങ്കിൽ ആ മാർഗത്തിലൂടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് നമ്മളുടെ പൂർവീകരായ മഹാന്മാരായ ഉസ്താദന്മാരെ ആദരിച്ചുകൊണ്ട് അഭിവന്യരായ ഉസ്താദന്മാരുടെ അറിവോടുകൂടെ അവരുടെ കാലഘട്ടങ്ങളിലൊക്കെ നിരാക്ഷേപം നടന്നു പോകുന്ന പല കാര്യങ്ങളുണ്ട്. അഭിവന്യരായ നമ്മളുടെ ഉലമാക്കളുടെയും ഉസ്താദന്മാരുടെയും പൂർവീകന്മാരുടെയും കാലഘട്ടത്തിൽ അവരുടെ അറിവോടുകൂടെ അംഗീകാരത്തോടുകൂടെ നിരാക്ഷേപം നടന്നു പോയിട്ടുള്ള പുതിയ പുതിയ ചിന്താഗതികൾ ഒരുപക്ഷെ നമ്മൾക്ക് നമ്മുടേതായ ബുദ്ധി കൊണ്ട് നമ്മളുടേതായ ചെറിയ അറിവ് കൊണ്ട് ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അങ്ങനെ തോന്നുമ്പോഴേക്ക് എടുത്തു ചാടുന്ന സ്വഭാവങ്ങളില്ലാതെ അതൊക്കെ പൂർവീകരായ മഹത്തുക്കളായ പണ്ഡിതന്മാർ അംഗീകരിച്ചു പോകുന്ന കാര്യങ്ങളാകുമ്പോൾ അതിന്റെ പിന്നിലൊക്കെ നല്ല നല്ല അടിസ്ഥാനങ്ങളും അതിന്റെ പിന്നിലൊക്കെ നല്ല നല്ല രഹസ്യങ്ങളും ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി നമ്മൾ പഠിക്കാൻ തയ്യാറാവുകയും കൂടുതൽ പഠിക്കാൻ തയ്യാറാവുകയും അതിന്റെയൊക്കെ യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. അങ്ങനെ മഹത്തുക്കളെ അംഗീകരിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് നമ്മുടെ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മളുടെ പ്രവർത്തനം ശക്തമായ നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും അത് അല്ലാഹു കബൂൽ ചെയ്യാനും അത് മുബാറക്കാവാനും ബർക്കത്തുടേതാവാനും നമ്മളുടെ പ്രവർത്തനം 1000 ആളുകൾ പ്രവർത്തിക്കുന്ന സ്ഥാനത്ത് നമ്മളുടെ കൂട്ടത്തിൽ ഒരാൾ പ്രവർത്തിച്ചാൽ മതി. അങ്ങനത്തെ ഒരു ബർക്കത്ത് നമ്മൾക്കുണ്ട്. ആ ബർക്കത്ത് സിദ്ധിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ സന്തോഷം ഒരിക്കൽ കൂടി നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട പി എ ജബ്ബാർ ഹാജി സദസ്സിനെ അഭിമുഖീകരിക്കുന്നു, സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രദ്ധിക്കുക, KN 55J59 ബൊലേറോ വാഹനം ഒന്ന് മാറ്റിക്കൊടുക്കണമെന്നറിയിക്കുന്നു. KL 55J59. അസ്സലാമു അലൈക്കും. ആദരണീയരായ സമസ്ത ഉലമാക്കളെ, മറ്റ് നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാർ, ഞാൻ ആശംസ എന്ന 2 വാക്കിൽ മാത്രം ഒതുക്കുകയാണ്. മഹത്തായ നമ്മുടെ സമസ്ത, നമ്മുടെ സംഘടന എത്രമാത്രം വികസിച്ചുകൊണ്ടിരിക്കുന്നു, എത്രമാത്രം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഓരോ നേർക്കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുകയാണ്.
അള്ളാഹുവിന്റെ അനുഗ്രഹം നിരന്തരം നമുക്ക് നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഓരോ രംഗത്തും ഞങ്ങൾക്ക് കാണാൻ കഴിയും. ഓരോ രംഗത്തും SKSF സമ്മേളനമൊക്കെ നമ്മൾ കണ്ടു. നമ്മൾ അതുപോലെ ഒരു സമ്മേളനം നടത്താൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് ശരിയല്ല. അതല്ലെങ്കിൽ അതിന്റെ 4-1 നടത്താൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് കടല് തോടിനോട് തോടെ നിനക്ക് ഞാനാകാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് പോലെയായിരിക്കും. അത് വേണ്ട. പക്ഷേ നമ്മൾ നടത്തിയ ഈമാനികമായ ആദർശത്തിന്റെയും ഇസ്ലാമികമായ ആവേശത്തിനുമുള്ള ഒരു സദസ്സ് ഈ അഭിനവ ആളുകൾക്ക് നടത്താൻ അതിന്റെ 4-1 അല്ലെങ്കിൽ 5-1 നടത്താൻ കഴിയുമോ എന്ന് നമുക്ക് വെല്ലുവിളിക്കാം. ആ രീതിയിലായിരിക്കും നമ്മൾ വലിയ സംഘടനയുമായിരിക്കും. ഇപ്പൊ നമ്മുടെ സ്ഥാപനങ്ങളെ നേരെ ബഹുമാനപ്പെട്ട ഉസ്താദ്മാരോട് പറഞ്ഞിരിക്കും, അനധികൃതമായി കയറി കയ്യേറ്റം ചെയ്യാനും ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനുമാണ് ശ്രമിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദ്മാരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയെയും ഒക്കെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്താണോ പറയുന്നത് നീതി നമ്മുടെ ഭാഗത്താണെന്ന് വ്യക്തമായി നമ്മൾ ഭരണാധികാരികളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ രീതിയിൽ ചെയ്യണം എന്ന് ഞങ്ങൾ നിർബന്ധമായും പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദിനെ അധികാരപ്പെടുത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രി അടക്കം. നിങ്ങൾക്ക് ഒരു ഫോൺ കോൾ മതി ഞങ്ങൾക്ക് ഈ രീതിയിൽ ആരുടേതാണ് ശക്തി എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ബഹുമാനപ്പെട്ട കുഞ്ഞാലി സാഹിബ് അടക്കമുള്ള മന്ത്രിമാർ നമുക്ക് വളരെ വ്യക്തമായി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ്. അത് ശക്തമായി നമ്മളും പ്രതികരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളെ ഇനി ആർക്കും അങ്ങനെ വിട്ടുകൊടുക്കില്ല. അങ്ങനെ ആരെങ്കിലും കരുതുകയും വേണ്ട. ഏതൊക്കെ രീതിയിലുള്ള ഭീഷണി ഉണ്ടായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. ഒരു രീതിയിലുള്ള കോംപ്രമൈസും ഇനി നമ്മൾ തയ്യാറല്ല. സമസ്തയുടെ സ്ഥാപനമാണെങ്കിൽ അത് സമസ്തയുടെ ആശയാദർശങ്ങൾ കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. അതിലാരെങ്കിലും കയറി 1-2 ഈ സോഫാക്കം ബെഡാകാൻ ഇനി അനുവദിക്കയില്ലെന്ന് വ്യക്തമായി നമ്മൾ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും അവരുടെ മഹല്ലുകളുടെ കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ പതിപ്പിക്കണം. നമ്മുടെ സമസ്തയുടെ രേഖയും അതുപോലെ തന്നെ ഭൂരിപക്ഷമുള്ള സമസ്തയുടെ സ്ഥാപനങ്ങൾ മറ്റൊരു രീതിയിലേക്ക് ആർക്കും വിട്ടുവീഴ്ച തയ്യാറാവരുത് മഹല്ലുകൾ. അക്കാര്യത്തിൽ ഞങ്ങൾ വിപുലമായി ലീഗൽ സെല്ലും അതുപോലെ തന്നെ മാനേജ്മെന്റ് അസോസിയേഷൻ വിപുലമായ യോഗങ്ങൾ വിളിച്ചു കൂട്ടാനും അതിന്റെ രീതിയിലുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ തീരുമാനമെടുത്തിരിക്കേണ്ട എല്ലാവരുടെയും സഹകരണം വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജില്ലാ കാര്യദർശി ബഹുമാനപ്പെട്ട പുത്തനൈ മൊയ്തീൻ ഫൈസി സദസ്സിനെ അഭിമുഖീകരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ, ഈ മഹത്തായ അമില സംഗമത്തിൽ സംഗമിക്കാൻ സൗഭാഗ്യം ലഭിച്ച സഹപ്രവർത്തകന്മാരെ, അല്ലാഹു പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമുക്ക് നൽകുന്ന ആ പാതയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സമുദായത്തിൽ പുരോഗമന പ്രവർത്തനങ്ങളിലും അശരണരെയും ആലംബഹീനരെയും പാവപ്പെട്ടവരെയും അപകടം സംഭവിച്ചവരെയും അവരുടെ ദൈന്യത കണ്ട് മനസ്സിലാക്കി മരണ സന്ദർഭങ്ങളിൽ ആമിലകളുടെ വീട്ടിലും അതുപോലെ തന്നെ ഓരോ പ്രദേശത്തുള്ള വീടുകളിലും ഇറങ്ങിച്ചെന്നുകൊണ്ട് വലിയ പുണ്യം നേടാനുള്ള വലിയൊരവസരമാണ് ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ പ്രതിജ്ഞയിലൂടെ നാം കൈവരിച്ചിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആത്മാർത്ഥതയോടുകൂടെ ഈ പ്രവർത്തനങ്ങളുമായി മുന്നേറി സമസ്തക്ക് യശസ്സും ഇസ്സത്തും ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട്
ഞാൻ എന്റെ വാക്കുകൾക്ക് അവസാനം കുറിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി യുവജന സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട വാക്കോട് മൊയ്തീൻ കുട്ടി ഫൈസി സദസ്സിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ഉസ്താദിനെ സർവാദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, ബഹുമാന്യരായ സ്നേഹനിധികളായ ആമില സംഗമത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സൗഭാഗ്യവന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒത്തുകൂടൽ ഖൈറായ ഒരമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇതിനൊക്കെ മുന്നൊരുക്കം നടത്തി നമുക്ക് മുമ്പേ കടന്നുപോയ നമ്മുടെ മഹാന്മാരായ ഉസ്താദ്മാർ, നേതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം സ്വർഗലോകത്ത് ഒത്തുകൂടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാം. ഇവിടെ വിഷയാവതരണവും മറ്റൊക്കെ ധാരാളമായി നടക്കാനുണ്ട്. എന്തെങ്കിലും പറഞ്ഞു നീട്ടുന്നത് അനുചിതമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ സംസാരങ്ങളിൽ നാം കേട്ടതുപോലെ നമുക്ക് മുമ്പിൽ ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്. വിവിധ തരത്തിലുള്ള എതിർ വിഭാഗങ്ങൾ നമുക്ക് നേരെ പത്തിവിടർത്തി അവസരം കാത്തിരിക്കുന്നതാണ് ഇന്നത്തെ പ്രത്യേക സാഹചര്യമെന്നത് ആമില സംഘം തീർച്ചയായും മനസ്സിൽ വെക്കേണ്ട സംഗതിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ മുമ്പേ നമ്മുടെ എതിർ വിഭാഗമായ മുജാഹിദ് വിഭാഗം, ഇന്ന് അവരെത്ര കക്ഷികളാണ് എന്ന് അവർക്ക് തന്നെ അറിയില്ല. പക്ഷേ ഓരോ കക്ഷിയും തന്നെ ശക്തമായ മുന്നേറ്റം നടത്തുകയാണ്. ഒരിക്കലും അവർക്ക് ചെന്നുപെടാൻ കഴിയാത്ത മഹല്ലുകളിൽ പോലും ഒരാളോ അല്ലെങ്കിൽ അരയാളോ ഉള്ള പ്രദേശങ്ങളിൽ പോലും ഇപ്പോൾ അവർ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. അത് ഒരു വിഭാഗമല്ലെങ്കിൽ ജിന്നിന്റെ, അല്ലെങ്കിൽ ഇൻസിൻ്റെത്, ഇൻസിന്റെ അല്ലെങ്കിൽ ശൈത്താൻ്റെത്, ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗം പരിപാടി സംഘടിപ്പിക്കാൻ. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അവർ ജിന്നും ശൈത്താനും തമ്മിലൊക്കെ മറ്റൊക്കെ പറഞ്ഞ് ഇവിടെ പഴയ ശിർക്കും വിദേഹത്തൊക്കെ പറയൽ കുറച്ചൊന്ന് നിലച്ചിരുന്നു. പക്ഷെ അത് തീരെ യേശുന്നില്ല ജനതയിൽ എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പൊ എല്ലാ മഹല്ലുകളിലും ചെന്നുകൊണ്ട് നമ്മുടെ മൗലിദും അതുപോലെ തന്നെ ഇതുപോലെയുള്ള സംഗമങ്ങളെ സംബന്ധിച്ചും കൂട്ടുപ്രാർത്ഥനയും നിസ്കാരത്തിന്റെ ശേഷമുള്ള മറ്റു കാര്യങ്ങളും ഇതൊക്കെ വിമർശിച്ചുകൊണ്ട് പഴയ പറഞ്ഞിരുന്ന അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ അത് രണ്ടാമത് എടുത്തുദ്ധരിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് പ്രബോധന പ്രവർത്തനങ്ങളുമായി വന്നിറങ്ങിയിരിക്കുന്നു. ഇല്ലാത്തത് അവരിൽ യേശുകയില്ല എന്നവർ മനസ്സിലാക്കി അത് ആ കക്ഷികൾ മത്സരപൂർവമാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളത് എന്ന് നമ്മൾ എപ്പോഴും തന്നെ ജാഗ്രതയോടെ മനസ്സിൽ വെച്ചു നിൽക്കണം എന്ന് ഈ അവസരത്തിൽ ഉണർത്തുകയാണ്. പിന്നെ മറുവിഭാഗങ്ങൾ ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും അതുപോലെയുള്ള തെരഞ്ഞെടുപ്പുകൾ അടുത്ത സന്ദർഭത്തിൽ തങ്ങൾ എന്ത് കാട്ടിക്കൂട്ടിയാലും ഇവിടെ രാഷ്ട്രീയ ഉന്നത നേതൃത്വത്തിൽ തങ്ങളെക്കുറിച്ചൊന്നും പറയാതെ ശബ്ദമടപ്പിക്കാൻ പറ്റുന്ന നല്ല സന്ദർഭമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മഹല്ലുകളിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ തിക്തഫലങ്ങൾ ഇന്ന് നമ്മുടെ മഹല്ലുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നേർക്കുനേർ അറിയാം. പത്രാധ്വാരയും മറ്റു വാർത്താ മാധ്യമങ്ങളിലൂടെയും നിങ്ങളൊക്കെ മനസ്സിലാക്കിയവരാണ്. ഇവിടെ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ മഹല്ല് എന്ന് പറയുമ്പോൾ 1-2 ആളുകൾ അല്ലെങ്കിൽ 1-2% കൂടിയൊരു 10% ആളുകൾ മാത്രമേ ഈ കാന്തപുരത്തിന്റെ വിഭാഗം ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ബഹുമാനപ്പെട്ട
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. മഹല്ലിൽ ഒരു ജനറൽ ബോഡി നടക്കുമ്പോൾ നമ്മളെ ആൾക്കാർ തെരഞ്ഞെടുത്തോളെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കുകയോ അല്ലെങ്കിൽ നമ്മളെപ്പോലത്തെ ആളുകളൊക്കെ വിവിധ മഹല്ലുകളിൽ അന്യപ്രദേശങ്ങളിലൊക്കെ ജോലിയിലായിരിക്കും. ആ ജോലിയിൽ നമ്മൾ ഏർപ്പെടുകയും ഇവിടെ മഹല്ലിൽ ജനറൽ ബോഡി നടക്കുകയും ഈ കാന്തപുരത്തിന്റെ രണ്ടാളുകൾ മൂന്നാല് ഒച്ച ഉറക്കട്ടുണ്ട് നമ്മുടെ ആളുകളെ അടക്കിയിരുത്തുകയും എന്നിട്ട് അവർ നമ്മുടെ മഹല്ലുകളിൽ കടന്നുകൂടുവാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമ്മുടെ മഹല്ലുകളെ നിർജീവമാക്കുകയോ ചെയ്യാനുള്ള ശ്രമം നടത്തുമ്പോൾ നമ്മളൊക്കെ നമ്മളെ ജോലിയും കാര്യവുമായി അവിടെയും ഇവിടെയും ഇരിക്കുന്നത് ശരിയാണോ? ആമില സംഘങ്ങൾ, ആമില എന്ന് പറയുന്ന ആ പദമായിരുന്നാലും ശരി, അല്ലെങ്കിൽ നമ്മൾ നിത്യമായി ശക്തമായി സജീവമായി നിലകൊള്ളേണ്ടുന്ന ആശയങ്ങൾ ഉൾക്കുന്ന ആ ആമിലയാണെങ്കിലും ശരി, എന്ത് ആമിലയാണെങ്കിലും ശരി, ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നമ്മുടെ മഹല്ലിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എല്ലാ ആളുകളെയും, സുന്നത്ത് ജമാഅത്തിന്റെ സമസ്തയുടെ ആശയമുള്ള എല്ലാ ആളുകളെയും ആ ജനറൽ ബോഡിയിലേക്ക് കൊണ്ടുവരികയും അവിടുത്തെ പ്രത്യേക സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് നമ്മൾ ആളുകൾ ശക്തമായി നിലനിർത്തുകയും ചെയ്യേണ്ടത് ആമില സംഘത്തിന്റെ പ്രഥമമായ ഉത്തരവാദിത്തമാണ് എന്ന് എനിക്ക് തോന്നുകയാണ്. ഞാൻ പറയല്ല, എന്റെ മനസ്സിൽ തോന്നുകയാണ്. അതോടൊപ്പം തന്നെ അവിടെയുള്ള സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നമ്മൾ മുന്നിൽ നിൽക്കുകയും അവിടെയുള്ള പ്രശ്നങ്ങളുമായി നമ്മൾ ഇടപെടുകയും ആ ഇടപെടുന്ന സന്ദർഭങ്ങളിലൊക്കെ നുണ നമുക്ക് പറ്റുകയില്ല. അതുപോലെ തന്നെ വക്രമായ മാർഗങ്ങൾ നമുക്ക് കൊള്ളുകയില്ല. സത്യസന്ധമായ മാർഗത്തിലൂടെ നമുക്കതേ ഉള്ളല്ലോ, അതേ നമുക്ക് ആവശ്യമുള്ളൂ. ആ സത്യസന്ധമായ മാർഗത്തിലൂടെ നീതിയുക്തമായ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ തീർച്ചയായും അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കി ആ പ്രശ്നങ്ങളുടെ പരിഹാരം നമ്മുടെ കയ്യിലുണ്ടാകുമ്പോൾ തീർച്ചയായും ജനം ഇന്നുള്ളതിനേക്കാൾ കൂടുതലായി നമ്മെ അംഗീകരിക്കും. അതൊക്കെ ആമില സംഘത്തിന്റെ സജീവ ശ്രദ്ധയിലുണ്ടാകണം. ഉയർന്ന് വളർന്ന് പോകാൻ നമ്മെ കയ്യേൽപ്പിച്ചതായ മഹാരഥന്മാരായ വരക്കൽ മുല്ല കോയത്തങ്ങൾ നവറല്ലാഹു മർക്കറാത്തുള്ള നമ്മുടെ മഹാന്മാർ, ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ, കണ്യത്ത് ഉസ്താദ്, കോട്ടുമല ഉസ്താദ് തുടങ്ങി KT ഉസ്താദ് തുടങ്ങിയുള്ള മഹാന്മാരായ ആളുകൾ നമ്മുടെ കയ്യിൽ തന്നുപോയ ഈ മഹത്തായ അമാനത്ത് വരും തലമുറയിലേക്ക് ഇതിലേറെ ശക്തമാവും ഓജസ്സോടെയും കൂടി ഏൽപ്പിച്ചു കൊടുക്കാൻ അല്ലാഹു തആല നമുക്ക്, നമ്മുടെ ആമില സംഘത്തിന്, നമ്മുടെ മഹല്ലുകൾക്ക്, നമ്മുടെ പ്രവർത്തകർക്ക് ശക്തി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹമുള്ളവരെ, ഈ മുൻഭാഗത്തിരിക്കുന്ന ആളുകൾ ഒന്നുകൂടി അല്പം മുന്നോട്ട് നീങ്ങിയാൽ ഒരുപാട് ആളുകൾ പുറത്ത് നിൽക്കുന്നുണ്ട്. ബുദ്ധിമുട്ടാത്ത രീതിയിൽ ഒന്ന് മുന്നോട്ട് നീങ്ങുക. അതുപോലെ തന്നെ കസേര അല്പം മുന്നോട്ട് വലിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്താൽ പുറകുഭാഗത്ത് ഇടാൻ കസേര നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഒന്ന് മുന്നോട്ടിരുന്നാൽ കുറെ ആളുകൾക്ക് മുൻഭാഗത്തേക്ക് കയറിയിരിക്കാൻ കഴിയും. ഇവിടെ ഉൾക്കൊണ്ടതിന് ശേഷം പിന്നെ കസേര നീക്കിയാൽ മതി. ഇപ്പോൾ കസേര നീക്കേണ്ടതില്ല. മുൻഭാഗത്ത് ആളുകളൊന്ന് മുന്നോട്ടിരിക്കുക. ഏതാനും ആശംസാ പ്രഭാഷണങ്ങൾ മാത്രമേ ഉള്ളൂ. കൃത്യം 11 മണിക്കാണ് ക്ലാസ് ആരംഭിക്കുന്നത്. 10:30 മണിക്ക് നമ്മുടെ ലോഞ്ചിങ്, അതുപോലെ തന്നെ സൈറ്റ് ലോഞ്ചിങ്ങും അതുപോലെ തന്നെ ക്യാമ്പിന്റെ നിർദ്ദേശങ്ങളും ആരംഭിക്കും. വളരെ കണിശമായി കൃത്യസമയം പാലിച്ചുകൊണ്ട് 8:30 മണിക്ക് നമ്മുടെ ക്യാമ്പിൽ പ്രാർത്ഥന ആരംഭിച്ചിട്ടുണ്ട്. 8:15 മുമ്പ് തന്നെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. 10:30 മണി വരെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ. 10:30 മണി വരെ ആശംസാ പ്രഭാഷണം നടത്തും. അതിനുശേഷം പരിപാടികൾ കൃത്യമായി ആരംഭിക്കും. അതുകൊണ്ട് വുളു ഉണ്ടായിട്ടാണ് ക്യാമ്പുകൾ, എല്ലാവരും വുളു ഉണ്ടാക്കിക്കൊണ്ടാണ് ക്യാമ്പിൽ ഇരിക്കേണ്ടത് പ്രത്യേകം അറിയിക്കുകയാണ്. ളുഹറിന്റെ സമയമായാൽ ബാങ്ക് വിളിക്കും, ജമാഅത്ത് നടത്തും. വുളു ഉണ്ടാക്കാൻ പിന്നെ പ്രത്യേക സമയം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് അക്കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് പരമാവധി മുൻഭാഗത്ത് കയറിയിരുന്ന് പുറത്തു നിൽക്കുന്ന ആളുകളൊക്കെ പരമാവധി ഉൾഭാഗത്ത് തന്നെ രജിസ്റ്റർ ചെയ്ത് കയറിയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനി ബഹുമാനപ്പെട്ട VK ഹാറൂൺ റഷീദ് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ ഈ മഹത്തായ സംഗമത്തിന്റെ അധ്യക്ഷൻ, സുന്നിയോജന സംഘത്തിന്റെ
ജില്ലാ കാര്യദർശി ഹാജി കെ മുഹമ്മദ് ഫൈസി ഉസ്താദ് അവറുകളെ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, നേതാക്കൾ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സുകരായിട്ടുള്ള പ്രവർത്തകരെ, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സംഗമത്തിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ല കേരളീയ ഇസ്ലാമിക സമാജത്തിന് എക്കാലത്തും ഒരു മാർഗദർശിയായി, വഴികാട്ടിയായി നിന്നതായി നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളിലും വർത്തമാനകാലത്തിലും തന്നെ അങ്ങനെ തന്നെയാണ് നമ്മുടെ മലപ്പുറം ജില്ല മുന്നോട്ടു പോകുന്നത് എന്ന് ഈ സംഗമം കൂടി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. നമുക്കറിയാം, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെയും പോഷകഘടകങ്ങളുടെയും ഏത് നല്ല സംരംഭങ്ങൾക്കും തുടക്കം കുറിക്കുന്നതും ആവേശം പകരുന്നതും നേരത്തെ ഇവിടെ ആദരണീയനായിട്ടുള്ള കോട്ടുമല ബാപ്പുസ്താദ് അവറുകൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മലപ്പുറം ജില്ലയാണ്. SKSF-ന്റെ വളരെ പ്രധാനപ്പെട്ട സന്നദ്ധ സേവക വിഭാഗമായിട്ടുള്ള വികായയുടെ സമർപ്പണത്തിലും മലപ്പുറം ജില്ല അദ്വിതീയമായിട്ടുള്ള സ്ഥാനമാണ് അവിടെ അലങ്കരിച്ചത്. 25,000 വളണ്ടിയർമാരിൽ 10,000 പേരെ ഈ മലപ്പുറം ജില്ലയിൽ നിന്നും നമുക്ക് സമർപ്പിക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ സുന്നി യുവജന സംഘത്തിന്റെ ഓരോ സംരംഭങ്ങളെ പരിശോധിക്കുമ്പോൾ മജ്ലിസുൻ നൂർ ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഉത്ഭവം നമ്മുടെ ജില്ലയാണ്. ഇപ്പോൾ ഇതാ വളരെ സന്തോഷകരമായിട്ടുള്ള ഈ സംഗമം, ഈ ആമില സംഗമവും നമ്മുടെ സംസ്ഥാനത്തിന് സമർപ്പിക്കാൻ പോവുകയാണ്. ആദരണീയനായിട്ടുള്ള പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇവിടെ സമർപ്പിച്ചിട്ടുള്ള നമ്മുടെ ജില്ലയിലേക്കായിട്ടുള്ള ഈ 10,000 ആമില അംഗങ്ങൾ ഇൻഷാ അല്ലാഹ് അധികം വൈകാതെ തന്നെ ഓരോ ജില്ലയിലും ഇതുപോലെ 10,000 ആമില അംഗങ്ങളെ സമർപ്പിക്കുവാൻ പോവുകയാണ്. സന്തോഷകരമായിട്ടുള്ള ഈ സന്ദർഭത്തിൽ 1-2 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം SKSF-ന്റെ 10,000 സന്നദ്ധ സേവകർ, സുന്നി യുവജന സംഘത്തിന്റെ 10,000 ആമില അംഗങ്ങൾ, ഇങ്ങനെ 20,000 വരുന്ന ഈ വലിയ സന്നദ്ധ വിഭാഗത്തിന് വളരെ വ്യക്തമായിട്ടുള്ള സേവന മാർഗങ്ങൾ ഇവിടെ കാണിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ നേതാക്കന്മാർ അത്തരത്തിലുള്ള മേഖലകൾ നമുക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. SKSF-ന്റെ വികായ സന്നദ്ധ വിഭാഗം ഇൻഷാ അല്ലാഹ് നമ്മുടെ പഞ്ചായത്ത് തലങ്ങളിൽ അഥവാ ക്ലസ്റ്റർ കേന്ദ്രമായിക്കൊണ്ട് സഹചാരി സെന്റർ രൂപീകരിച്ചുകൊണ്ട് രോഗികളുടെ ചികിത്സയും അവരുടെ ശുശ്രൂഷയും അടങ്ങുന്ന, അതേപോലെ തന്നെ പ്രകൃതി ദുരന്ത അപകട നിവാരണ രംഗത്ത് വളരെ ശാസ്ത്രീയമായി പ്രവർത്തിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് ആമില സംഘം, നമുക്കറിയാം രണ്ടിന്റെയും പ്രവർത്തകർ രണ്ടാണ്, യാതൊരു സംശയവുമില്ല. SKSF-ന്റെ വികായ സന്നദ്ധ വിഭാഗം എന്ന് പറയുന്നത് അത് ഒരു 18-ന്റെയും 25-ന്റെയും ഇടയിൽ പ്രായമുള്ളവരാകുമ്പോ ആമില അംഗങ്ങൾ 25-ന്റെയും അതിനു മുകളിലും പ്രായമുള്ള ഒരു വലിയ ഒരു സമൂഹം, ഒരു ബഹുജന വിഭാഗമാണ് യഥാർത്ഥത്തിൽ ആമില എന്ന് പറയുന്ന സംഘം ഉള്ളത്. അതുകൊണ്ട് തന്നെ രണ്ടിന്റെയും പ്രവർത്തന മേഖലകൾ രണ്ടാണ്. അങ്ങനെ തന്നെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ, ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുവാൻ ഈ രണ്ടിന്റെയും പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് നമ്മളൊക്കെ പ്രത്യാശിക്കുന്നത്. നമുക്കറിയാം, ആമില അംഗങ്ങൾക്ക് നമുക്ക് രോഗികളെ സന്ദർശിക്കുന്നതും അതുമായി അവരുടെ പരിരക്ഷയും അതോടൊപ്പം തന്നെ മരണവും മരണാനന്തരവുമായിട്ടുള്ള ചടങ്ങുകൾ, അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള സദസ്സുകൾ, അതിന്റെ നിയന്ത്രണം തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി
കാര്യങ്ങൾ ആമില അംഗങ്ങൾക്ക് ചെയ്യുവാനുണ്ട്. അതുകൊണ്ട് രണ്ടിന്റെയും ഒരു കോൺഫ്ലിക്റ്റിന്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നാണ് സാന്ദർഭികമായി എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. രണ്ടും ഭംഗിയായി വികായ അംഗങ്ങൾ അവരുടെ ആ മേഖലയിലും അതുപോലെ തന്നെ ആമില അംഗങ്ങൾ അവർക്ക് നിശ്ചയിക്കപ്പെട്ട മേഖലയിലും വളരെ ഭംഗിയായി ചിട്ടയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജില്ലയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റമുണ്ടാക്കാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുന്നി മഹല്ല ഫെഡറേഷൻ ജില്ലാ കാര്യദർശി ബഹുമാനപ്പെട്ട കാളാവ് സയ്യിദ് നബി മുസ്ലിയാർ സദസ്സിനെ അഭിമുഖീകരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്നേഹം ബഹുമാനം അധ്യക്ഷരെ, സ്റ്റേജിലും സദസ്സിലുള്ള പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ, മാന്യ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ചോടിയതുപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു നമ്മെ ഒരുമിച്ചോടി തരുമാറാവട്ടെ. അല്ലാഹു നമ്മൾക്ക് ദീനിനും സമുദായത്തിനും ശാരീരികമായും സാമ്പത്തികമായും മാനസികമായും എല്ലാ നിലക്കും പ്രവർത്തിക്കാൻ തൗഫീഖ് മാറാട്ടെ. അല്ലാഹു അവന്റെ വിശുദ്ധ ഖുർആനിൽ പറയുന്നു, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങളിൽ നിന്ന് നന്മ കൊണ്ട് ഉപദേശിക്കുകയും തിന്മയെ നിരോധിക്കുകയും ചെയ്യുന്ന ഒരു ഉത്തമ സമുദായം ഉണ്ടാവട്ടെ എന്ന് വിശുദ്ധ ഖുർആനിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ മഹത്തായ നല്ലവരായ ആ സമുദായമാണ് നമ്മുടെ ആമില സംഗമം. യാതൊരു സംശയമില്ല. ഈ ആയിരക്കണക്കിൽ പതിനായിരക്കണക്കിൽ ഇവിടെ ഒരുമിച്ച് കൂടിയായിരിക്കുന്ന ഈ ആമില പ്രവർത്തനങ്ങൾ സന്നദ്ധ ദീനിനും സമുദായത്തിനും പ്രവർത്തിക്കാനും സന്നദ്ധമായിട്ടുള്ള ഈ മഹാന്മാർ എല്ലാ നിലക്കും അർഹരാണ്. നമ്മുടെ ഇഖ്ലാസോടുള്ള പ്രവർത്തനം കൊണ്ട് മാത്രമാണ് നമ്മൾ വിജയിച്ചിട്ടുള്ളത്. യാതൊരു സംശയമില്ല. പല നുണച്ചാക്കുകളും പണച്ചാക്കുകളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം തള്ളിക്കൊണ്ട് നമ്മുടെ മഹാന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിജയം. നമ്മൾക്ക് ഈ ലോകത്തും പരലോകത്തും അതിന് തക്ക പ്രതിഫലം ലഭിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. നമ്മുടെ മഹാന്മാരായിരിക്കുന്ന ഉസ്താദന്മാരെ സംബന്ധിച്ച് ഒരവസരത്തിൽ ബഹുമാനപ്പെട്ട നാട്ടിക മൂസ മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു അദ്ദേഹം അബൂദാബിയിൽ വന്ന സമയത്ത് ആ പിളർപ്പിന്റെ സമയത്ത് ഞാൻ ചോദിക്കുകയുണ്ടായി, മൂസ മുസ്ലിയെ നമ്മുടെ സംഘടനയുടെയും ഉസ്താദന്മാരുടെയും അവസ്ഥ എന്താണെന്ന്. അതിന് മറുപടി ആയിക്കൊണ്ട് മൂസ മുസ്ലിയെ പറഞ്ഞത്, നമ്മുടെ ഉസ്താദന്മാർക്ക് നേരിട്ട് സ്വർഗത്തിൽ പോകാം, അവർക്ക് വളവൊന്നുമില്ല, അവർ അള്ളാഹുവിന്റെ മുഖലിസ്യങ്ങളായിരിക്കുന്ന മഹാന്മാരാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിജയം. മറുഭാഗത്ത് പല നിലക്കുണ്ടായിരിക്കുന്ന പുരന്തരങ്ങളും പല നിലക്കുണ്ടായിരിക്കുന്ന പല നിലക്ക് നമ്മളെ പരാജയപ്പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഇഖ്ലാസോടുകൂടി പ്രവർത്തിച്ചതിന്റെ പേരിൽ നമ്മൾ ദൈനംദിനം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്, നമ്മളെല്ലാവരും നമ്മുടെ ഓരോരുത്തരുടെയും മഹല്ലിൽ ഇറങ്ങിച്ചെന്ന് താഴെക്കിടയിൽ ഇറങ്ങിച്ചെന്ന് ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കണം. അള്ളാഹു വിജയിപ്പിക്കും എന്ന് യാതൊരു സംശയമില്ല. അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളിൽ മരണപ്പെട്ട പല ആൾക്കാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെയും നമ്മുടെയും എല്ലാ ദോഷവും പുറത്ത് നമ്മളെല്ലാവരും സ്വർഗത്തിൽ ഒരുമിച്ചുകൂട്ടി തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെല്ലാവരും യാതൊരു വിജയം ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ നമ്മുടെ ആമില സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.